തപസ് ഏറ്റിട്ടുണ്ട്. നമ്മുടേത് അർത്ഥ തപസ്സാണ്. മരിയൻ കൃപാഭിഷേക ധ്യാനം കൃപാസനത്തിലത് ഫുൾ തപസ്സല്ല, അർത്ഥ തപസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കൊടുക്കണേ. എന്തിനാ അങ്ങനെ കൊടുക്കണേ? ആൾക്കാർക്ക് വചനം കേൾക്കാനുള്ള ഉണർവ് കിട്ടാൻ വേണ്ടിയാണ്. അത് ശ്രദ്ധിച്ച് കേൾക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ വിഷം തളർന്ന് ഒടിഞ്ഞും മടങ്ങി മഞ്ഞവെള്ളവും ശ്രദ്ധിച്ചൊക്കെ ഇരിക്കണ കാണാം. തപസ് ഫുൾ തപസ്സിന് അങ്ങനെയൊക്കെ ആൾക്കാർക്ക് സംഭവിക്കണേ. അത് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ മനസ്സിലായത് അത് ശരിയാകത്തില്ല. കാര്യം നമ്മുടെ പ്രബോധന ധ്യാനമല്ലേ. അപ്പോൾ വചനം കേൾക്കണം ആൾക്കാർ, അതിനുള്ള തലയൊക്കെ എടുത്ത് നിൽക്കണം. അല്ല അവർ ഒടിഞ്ഞു മടങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ധ്യാനിപ്പിക്കണമെന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ പ്രബോധന ധ്യാനത്തിൽ വരുമ്പോൾ എപ്പോഴും വരേണ്ടത് വചനം ആണ് നമ്മളെ നിലനിർത്തേണ്ടത്. ബാക്കി നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം ചേർത്ത് നൽകേണ്ടതാണ്. ഇപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യവും അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വീട് വെക്കണ കാര്യവും അങ്ങനെയുള്ള എല്ലാം അതെല്ലാം കോംപ്ലിമെൻറ്റ്സ് എന്നാണ് ബൈബിൾ പറയണത്. ഇപ്പം നിങ്ങളുടെ വീട്, ലോണ്, പിന്നെ കടം, അല്ലെങ്കിൽ ജീവിതമാർഗം, ജോലി എല്ലാം ബൈബിൾ പറഞ്ഞ ഇറ്റ്സ് എ കോംപ്ലിമെൻറ്റ്സ്. അത് നമ്മളെ വിശ്വാസം മനസ്സിലാക്കാതെ ഒരു മാർഗ്ഗവും ഇല്ല. എന്നുവെച്ചാൽ നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ അതിൻ്റെ നീതിയെ കുറിച്ച് അന്വേഷിക്കുക. ധ്യാനം ഒരു അന്വേഷണമാണ്, അല്ലേ? ധ്യാനം ഒരു അന്വേഷണമാണ്. ശ്രുതിയുടെ ഹായ്സിയാറാമി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശു നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്തിനാ ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന? പിന്നെ നമ്മൾ അന്വേഷിക്കുന്നത് അതിൻ്റെ മെയിൻ്റെനൻസ്, അതിൻ്റെ പ്രിൻസിപ്പിള്. ബാക്കിയുള്ളത് മകളെ കെട്ടിക്കുന്നതും കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതും അവരെ പഠിപ്പിക്കുന്നതും ILTC എഴുതണതും അവർ എൻജിനീയറിങ്ങിന് എൻട്രൻസ് എഴുതണതും ഒക്കെ എല്ലാം ചേർത്ത് നൽകുമെന്ന. ബാക്കിയല്ല. നിങ്ങൾ ആദ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. ഇത് 100 പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ വചനം. പക്ഷെ അന്വേഷിക്കാനുള്ള ഒരു എന്ത് വിഷയം വന്നാലും അവിടെ നമ്മൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അന്വേഷിക്കേണ്ടത്? ഇപ്പോൾ ചോദിച്ചപ്പോഴെന്താ ക്ലാസ് വന്നില്ലേ, ധ്യാനം കഴിഞ്ഞ് കുടി മാറിയാന്ന് ചോദിക്കും. അന്വേഷിക്കണേ എന്താ? കുടി മാറിയാന്നാണ് ഇല്ലേ? ഞാനത് ആ ക്ലാസ് കേട്ടായിരുന്നു. ധ്യാനം കഴിഞ്ഞ് രോഗശാന്തി കിട്ടിയ അന്വേഷിക്കണം, അതാണ് മനുഷ്യൻ, ഇല്ലേ? പക്ഷേ കർത്താവിൻ്റെ വചനം എന്താ പറയണത്? അന്വേഷിക്കേണ്ടത് എന്താണ്? മനുഷ്യൻ അന്വേഷിക്കേണ്ടത് എന്നേ ഉള്ളൂ. എന്താണ്? ഒരു വിഷയം വന്നാൽ വിച്ച് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ദെയർ, അതിലുള്ള ദൈവരാജ്യം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വന്ന് ഒരതിർത്തി തർക്കം വന്ന് വിചാരിച്ചോ, ഒരതിർത്തി തർക്കം വന്ന് അതിൽ ദൈവരാജ്യം ഇല്ലേ? അതിൻ്റെ ദൈവരാജ്യം എന്താ? അതിൻ്റെ ദൈവരാജ്യം അന്വേഷിക്കാൻ വേണ്ടി പാർട്ടി ഓഫീസ് പരാതി കൊടുത്താൽ ശരിയാവുക? എന്താ ദൈവരാജ്യം അന്വേഷിക്കാൻ വേണ്ടി നിങ്ങളുടെ കുടുംബക്കാരെയും ശേഷക്കാരെയും വിളിച്ചിട്ട് തടിമുടി അടിപിടി വടിതടി ആയുധമായിട്ട് ചെന്നാൽ ശരിയാവുക? എല്ലാത്തിൻ്റെ അകത്തും ഒരു ദൈവരാജ്യമുണ്ട്. നിങ്ങൾക്ക് മക്കളില്ല, ഇതൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. IVF ഉണ്ട്, IUF ഉണ്ട്, അങ്ങനെ പല പരിപാടിയുണ്ട്. പക്ഷേ അതിൽ ദൈവരാജ്യം എന്താ? ദൈവരാജ്യമല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഈ പുറത്ത് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ, മനുഷ്യൻ പുറത്ത് അന്വേഷിക്കേണ്ട ദൈവരാജ്യ പൈതൽ എന്ന് പറയുമ്പോൾ ആദ്യം ഈശോ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് യു സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ്. ആദ്യം നീ ദൈവരാജ്യത്തെ അന്വേഷിക്കണം. ഈശോ അപ്പായോട് പറഞ്ഞു, അപ്പ എനിക്ക് പേടിയാണ് അപ്പ. അവനിപ്പോൾ എഴുന്നേറ്റ് പോയത് അപ്പ കണ്ടില്ലേ? ആരുടെ കാര്യം ഇനി പറയണേ? ജൂഡാസിൻ്റെ. അവൻ എഴുന്നേറ്റ് പോയി എന്തിനാണെന്ന് അപ്പായ്ക്ക് അറിയാമല്ലോ. എനിക്ക് പേടിയാണപ്പ. പത്രോസാണെങ്കിൽ ഭക്ഷണം മൊത്തം കഴിച്ചിരിക്കുക, അവൻ ഉറങ്ങുമെന്ന് ഉറപ്പാണ്. അവൻ ഉറങ്ങുന്നു. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം കുഴപ്പത്തില്ല, അവൻ നിൽക്കത്തില്ല. മനസ്സുണ്ട്, പക്ഷെ അവൻ്റെ ശരീരം. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സുണ്ടാകും. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെപ്പോഴും അങ്ങനെ. ഇപ്പം കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങളെപ്പോഴും നമുക്ക് അങ്കിളുണ്ടല്ല, ആൻറ്റി ഉണ്ടല്ല, ചിറ്റപ്പനുണ്ടല്ല എന്നൊക്കെ പറയും.
ആരെങ്കിലും ഉണ്ടല്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് കേട്ടോ. ഒരു കക്ഷി പറഞ്ഞിട്ട് അനുഭവിച്ചത് പുള്ളിക്കറിയാം എന്താ അനുഭവിച്ചതെന്ന്. ആരെങ്കിലും നമുക്കുണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. എനിക്ക് ഭർത്താവുണ്ടല്ല, എനിക്ക് ഭാര്യ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്കിളുണ്ടല്ല, എന്നെ ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ല, നീ 10ാം ക്ലാസ് പാസ്സായാൽ മതി, ഇങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞിട്ടുണ്ടല്ല. ഇങ്ങനെയൊക്കെ ആൾക്കാർ, കുറേ ആൾക്കാരൊക്കെ ഓഫർ തരുന്നില്ലേ. നമുക്കുള്ളവരിലും ഓഫറിങ്സിലും ഒന്നും ഒരിക്കലും വിശ്വസിക്കരുത്. ഇയാളൊന്ന് വിശ്വസിച്ചതാണ് പണി കിട്ടിയത്. എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാവരും എന്നെ ഇട്ടും പോകും, എൻ്റെ പിതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ്. അത് പിതാവ് കേട്ടതാണ് ഈ കൊലച്ചതിയായത്. നമ്മുടെ ദൈവം എപ്പോഴും നോക്കണം, നമ്മൾ എവിടെയാണ് ആശ്രയം വെച്ചിരിക്കണത് അവിടെയാണ് അടിക്കണത്. ഇപ്പം നമ്മൾക്ക് ഓരോരുത്തരും ഉണ്ടെന്ന് പറയത്തില്ലേ? ഉണ്ടെന്ന് പറയുമ്പോഴെന്താ? നമ്മുടെ ഫിസിക്കൽ സെക്യൂരിറ്റി അല്ലേ. ദൈവം പണിയണത് എപ്പോഴും ഫിസിക്കൽ സെക്യൂരിറ്റിയിലായിരിക്കും. കാര്യം ഫിസിക്കൽ സെക്യൂരിറ്റി നിൽക്കുമ്പോൾ ഒരിക്കലും ദൈവരാജ്യം കണ്ടെത്തത്തില്ല, മനുഷ്യൻ ലോകരാജ്യം കണ്ടെത്തത്തുള്ളൂ. നിനക്ക് ഫിസിക്കൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് അങ്കിളുണ്ട്, നിന്നെ ഗൾഫിൽ കൊണ്ടുപോകാൻ, നിനക്ക് കാനഡയിൽ കൊണ്ടുപോകാൻ, നിനക്ക് അവിടെ PR എടുത്ത് തരാൻ, നിനക്ക് അവിടെ താമസിക്കുന്ന ആൻറ്റി ഉണ്ടെന്നൊക്കെ പറയണത് നിൻ്റെ ഫിസിക്കൽ സെക്യൂരിറ്റിയാണ്. നീ ഫിസിക്കൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ലോകരാജ്യം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നിന്നെ സെറ്റപ്പ് ചെയ്തെന്നർത്ഥം ലോകരാജ്യമുണ്ട്. ദൈവരാജ്യം സ്ഥാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലോകരാജ്യത്തായിട്ട് പണി കൊടുക്കാതെ മാത്രമേ ഈശോൻ്റെ ഉള്ളിൽ ഈശോൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അവസാനത്തെ ലോകരാജ്യമാണ് എന്താ? നിങ്ങളെല്ലാവരും എന്നെ ഇട്ടും പോകും, എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നെ കൂടെ ഉണ്ട്. അതാണ് പണിയായത്. അപ്പോൾ മനസ്സിലായി, ഇങ്ങനെ പോയാൽ ഈശോയ്ക്ക് മഹത്വം കുറയും. എന്താ കാര്യം? സെക്യൂരിറ്റികളാണ് നിൽക്കുന്നിടത്തോളം കാലം ലോകരാജ്യത്തിൻ്റെ അംശം ഉണ്ടാവും. നമ്മൾ എന്തന്വേഷിക്കണമെന്നാണ് പറയണത്? ദൈവരാജ്യത്തെ അന്വേഷിക്കണമെന്നാണ് പറയണത് അല്ലേ? ദൈവരാജ്യത്തെ അന്വേഷിക്കണമെങ്കിൽ ഫുൾ വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്? എന്താ കിങ്ഡം ഓഫ് ഗോഡ്? കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വെയർ ഗോഡ് റെയിൻസ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം എവിടെ രാജാവായിരിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ ഭരണം. നമ്മുടെ ഒരു കൊടുക്ക വാങ്ങലുകൾ, നമ്മുടെ ഇടപാടുകൾ, ലൗകിക വ്യവഹാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവഹാരത്തെ കേസല്ല, ജീവിത രീതി, ഇടപഴകലുകൾ, അവിടെയൊക്കെ എല്ലാം ദൈവഭരണം ഉറപ്പ് വരുത്തണം ദൈവപൈതൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാത്തിനും അപ്പം ഈശോ അധികം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല, ഒറ്റ പ്രാർത്ഥനയല്ലേ പഠിപ്പിച്ചുള്ളൂ. എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ട് നടക്കാനല്ലേ? ജീവിതത്തിൻ്റെ ഓരോ, ഞാനിതിനൊക്കെല്ലാം പ്രോജക്റ്റ് എന്നാണ് വിളിക്കണത്. പ്രോജക്റ്റ്. ഈ കൃപയെന്ന് നമ്മൾ പറയുന്നില്ലേ? കൃപ നമ്മൾ ദൈവത്തിൻ്റെ കൃപ. എന്താ കൃപ? ദൈവത്തിൻ്റെ ശക്തിക്കാണ് കൃപ എന്ന് പറയണത്. നമുക്കറിയാമല്ല, ദൈവം ശക്തിയാണ്. ദൈവം ഇപ്പം പിതാവായ ദൈവം ഈശോ വിളിക്കണത് എന്തെന്നാ? ഈശോ വിളിക്കണത് മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. ഏറ്റു പറഞ്ഞേ. പിതാവിന് ഈശോ എന്നാ വിളിക്കണത്? ശക്തി എന്നാണ് വിളിക്കണത് അല്ലേ? അത് സത്തയിലെന്താ? ശക്തിയാ. അത് മത്തായിയുടെ സുവിശേഷത്തിലെ 26:64 മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. പിതാവാധികം ശക്തിയാണല്ലോ. ഉറപ്പല്ലേ? ക്ലിയറല്ലേ? പുത്രനായ ദൈവവും ബൈബിൾ പറയുന്ന ശക്തി എന്നാണ് പറയണത്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ഏത് പറഞ്ഞേ? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. 1 കൊറിന്തോസ് 1:24 വചനമുള്ളത്. 1 കൊറിന്തോസ് 1:24. അപ്പോൾ ഇപ്പോൾ രണ്ട് കണ്ട് ആരൊക്കെയുണ്ട്? പിതാവാരാ? ശക്തി. പുത്രനാരാ? ശക്തി. ക്ലിയർ അല്ലേ? ഇനി പരിശുദ്ധാത്മാവ്. അമ്മയോട് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് പ്രോബ്ലം ചെയ്തത് അമ്മയാ. അമ്മ ചോദിച്ചു, ഞാൻ ഗർഭിണിയാകുമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി,
പക്ഷേ ഞാൻ കന്യാസ്ത്രീയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച്, കന്യകയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ് കുഞ്ഞുനാൾ മുതൽ. അപ്പോൾ ഞാൻ ഈ പുരുഷനെ അറിയാതെ എങ്ങനെ ഗർഭിണിയാകണത്? അപ്പോൾ ഉടനെ മാലാഖ പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഇതിൻ്റെ മേൽ വരും. അപ്പോൾ അമ്മയ്ക്കത് മനസ്സിലായില്ല പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞത്. കാര്യം അമ്മ അങ്ങനെ കേട്ടിട്ടില്ല പരിശുദ്ധാത്മാവെന്ന്. എനിക്കാണ് ആദ്യം കേൾക്കണം അമ്മയാണെന്ന് തോന്നുന്നത് പരിശുദ്ധാത്മാവെന്ന്. അമ്മ കേട്ടിരിക്കണത് ദൈവത്തിൻ്റെ ആത്മാവെന്നൊക്കെയാണ് കേട്ടിരിക്കണത്. ദൈവത്തിൻ്റെ ആത്മാവ്. ഇപ്പം നമ്മൾ ആദ്യ ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു. ഉൽപ്പത്തി തുടങ്ങണം എങ്ങനെയാണ്? ആദ്യ ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു. അന്ധകാരത്തിന് ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവല്ലേ സംഭവം അല്ലേ? അതാണ് സംഭവം. എൻ്റെ മക്കളെ ശ്രദ്ധിക്കണേ, ഈ രൂപമില്ലാത്ത വിഷയം. അമ്മയ്ക്ക് ഒരു രൂപമില്ലല്ലേ? ഇപ്പോൾ അമ്മ ചോദിക്കണേ എന്താണ് ഇതെങ്ങനെ സംഭവിക്കും, എനിക്കൊരു രൂപമില്ല എന്നല്ലേ പറയണത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛാ വീട്ടിൽ ചെന്നാൽ ഒരു രൂപമില്ല, 4-5 കടക്കാരുണ്ട്, ഒരു രൂപമില്ലെന്ന് പറയത്തില്ലേ? ഇവന്മാരെ എങ്ങനെ തന്തയ്ക്ക് വിളി കേൾക്കാതെ രക്ഷപ്പെടുമെന്ന് ഒരു രൂപമില്ലെന്ന് പറയല്ലേ? ആഴത്തിന് മീത് അന്ധകാരം വ്യാപിച്ചിരിക്കുകയാണെന്ന് പറയും. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഇരുട്ട് അന്ധകാരം ആഴം രൂപമില്ലാത്ത അവസ്ഥയില് ആത്മാവിനെ അഭിഷേകമായി നൽകണമേ. രൂപമില്ലാത്ത അവസ്ഥയിലെ ആത്മാവിനെ അഭിഷേകമായി നൽകണമേ. ശ്രദ്ധിക്കട്ടെ. അതിനു വേണ്ടി 4000 കൊല്ലം നോക്കിപ്പാർക്കായിരുന്നു. ആ രക്ഷകൻ വരാൻ പോയപ്പോൾ പുതിയ ലോകം സൃഷ്ടിക്കാൻ പോവുകയാണ് ദൈവം. അതിലെ വെളിപാട് പറഞ്ഞത് ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പോഴും കൺഫ്യൂഷനാണ്. അമ്മ ചോദിച്ചു, എൻ്റെ മനസ്സിപ്പോഴ് ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും പോലെയാണ്, ഒരു രൂപവും ഇല്ല എന്ന്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. അതാണ് ഒരു രൂപവും ഇല്ലല്ലോ. പിന്നെ അമ്മയാണ് പറയണത്, അതായത് ഉൽപ്പത്തി 1:1 ലുക്കാ 1:34 തമ്മിലുള്ള കണക്ഷനുണ്ട്. ആദ്യത്തെ ഭൂമിയും കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു കൺഫ്യൂഷൻ എല്ലാം തീർക്കണ ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവ്. രണ്ടാമത്തെ ഭൂമി, പുതിയ ഭൂമി സൃഷ്ടിക്കാൻ വേണ്ടി, പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം മംഗളവാർത്തയ്ക്ക് വരുമ്പോഴും അമ്മ പറയും ഇതെങ്ങനെ സംഭവിക്കും, എനിക്ക് ഒരു രൂപവും കിട്ടണില്ലല്ലോ എന്ന് പറയും. അപ്പോഴും പറയും, എന്ത് പറയും? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? അത്യുന്നതൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാ? ശക്തിയാ. നമ്മൾ കണ്ടില്ലേ, പിതാവ് ശക്തിയാണെന്ന് കണ്ടില്ലേ? മത്തായി 26:64 മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. പുത്രൻ ശക്തിയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. ഇപ്പം എന്നാ പറയണത്? പരിശുദ്ധാത്മാവും ശക്തിയാണ്. അതല്ലേ അമ്മയോട് പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ലൂക്കാ 1:35. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? ദ പവർ ഓഫ് ദി ഓൾമൈറ്റി, അത്യുന്നതൻ്റെ ശക്തി. അപ്പോൾ പിതാവ് ശക്തിയാണ്, പുത്രൻ ശക്തിയാണ്, പരിശുദ്ധാത്മാവ് ശക്തിയാണ്. അപ്പം നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യണത് എന്താ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യണത്, ഇറങ്ങി വരണത് എന്താണ്? ദൈവത്തിൻ്റെ ഈ ശക്തിയാണ്, ഇല്ലേ? എൻ്റെ മക്കളെ, പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്ന് സംഭവിക്കണമെന്ന് നിങ്ങൾ അറിയണം കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 5 മിനിറ്റ് പ്രാർത്ഥിച്ചാലും 5 ദിവസം പ്രാർത്ഥിച്ചാലും വരണത് എന്താ? ശക്തിയാണ്. അപ്പം ശക്തി വരുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾക്ക് മനുഷ്യൻ്റെ 3 എൻറ്റിറ്റികളിലേക്കാണ് ശക്തി വരണത്. നമുക്കറിയാമല്ലോ. ഈ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായി മാറും? അത് സൗഖ്യമായി മാറും. രക്തസ്രാവക്കാർ രോഗിയില്ലേ, അവർ പുറകിക്കൂടി വന്നിട്ട് കർത്താവിനെ കട്ടെടുത്ത പെണ്ണ. വിശ്വാസം കൊണ്ട് ദൈവത്തെ നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റും.
കർത്താവ് പോലും അറിയാതെ പവർ അടിച്ചു മാറ്റിയ പാർട്ടിയാണ് രക്തസ്രാവകാരോഗി. അവളെ എങ്ങനെ അടിച്ചു മാറ്റിയത്? അവൾ ഉള്ളിൽ കരുതി. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കരുതലാ അല്ലേ? 8:40 ലൂക്കായുടെ സുവിശേഷം. താൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യമാകുമെന്ന് അവൾ ഉള്ളിൽ കരുതി. അതല്ലേ വിശ്വാസം എന്ന് പറയണത്. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഉള്ളിൽ കരുതാൻ ആവശ്യമായ വിശ്വാസം എനിക്ക് തരണമേ. അവൾ പുറകിൽ കൂടി വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തെ തൊട്ട് അടിച്ചു. അവള് അപ്പത്തന്നെ അവൾ ഫീലായി, അവൾക്ക് താൻ സുഖം പ്രാപിച്ച്. അപ്പം ജീസസ് ആരെന്നെ തൊട്ടതെന്ന് ചോദിച്ച്. അപ്പം അവൾ വിറച്ചതിൽ നിൽക്കണിങ്ങനെ, ലോഡ് സോറി മൈ ലോഡ്, മകളെ ധൈര്യമായിരിക്കുമെന്ന്. അപ്പോൾ 10 ദിവസമായി കിടന്ന് സ്വരം ഉണ്ടാക്കുന്നുണ്ട്. ഇതെങ്ങനെ ഈ ആൾക്കാരെല്ലാം കൂടി ഇടിച്ചതിൽ വരുമ്പോൾ ആരെ തൊട്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്ന്. കീപ് ക്വയറ്റ്. ശക്തി എന്നിൽ നിന്ന് എനിക്കറിയാം, എന്നിൽ നിന്ന് ശക്തി പോയി. അപ്പോൾ എന്താ, ദൈവത്തിൻ്റെ ശക്തി എങ്ങനെ വരണമെന്നത് വിശ്വാസം മൂലമാണ് വരണത്. അല്ലേ? എന്ത് ഐസാണെന്ന് പറഞ്ഞാൽ ശരി, നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ശക്തി വർദ്ധിക്കാൻ വേണ്ടി എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. എൻ്റെ മക്കളെ, ഇപ്പം വിശ്വാസം എന്താണെന്ന് മനസ്സിലായത്? വിശ്വാസം ശക്തിയാകണത് എങ്ങനെയാ? വെൻ വി ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ശക്തിയിൽ വിശ്വസിക്കുമ്പോഴാണ് ശക്തിയായിട്ട് മാറണത്. വിശ്വാസം ഉണ്ടെന്ന് വല്ലതിലൊക്കെ വിശ്വസിച്ചാൽ പറ്റത്തില്ല. വിശ്വാസം ശക്തിയിൽ വിശ്വസിക്കുമ്പോഴാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് അത് ശക്തിയായിട്ട് വരണത്. മനസ്സിലായില്ലേ? അവളെന്താ ചെയ്തത്? ശക്തിയിൽ, ഈശോയുടെ ശക്തിയിൽ വിശ്വസിച്ചു. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു. അപ്പോൾ താൻ സുഖപ്പെട്ടു. അപ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസം വഴി ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അതെന്തായി മാറും? സൗഖ്യമായി മാറും. ഹീലിംഗായി മാറും. അതുകൊണ്ട് എൻ്റെ മക്കളൊരു പണി ചെയ്യണം. എൻ്റെ മക്കളെ, നമുക്ക് രോഗം, നമുക്ക് ക്ഷീണം, ഇല്ലായ്മ, ബലഹീനത ഒക്കെ വരുന്നില്ലേ? അതിൻ്റെയൊക്കെ ഒരു സുവിശേഷം മാനമെന്ന് പറഞ്ഞാൽ എന്താണ്? യു ഇൻക്രീസ് യുവർ ഫെയ്ത്ത് എന്ന് പറയും. കർത്താവേ, എനിക്ക് വിഷമാണല്ലോ, എനിക്ക് വേദനയാണല്ലോ, എനിക്ക് രോഗമാണല്ലോ, വിട്ടുമാറല്ല, മരുന്ന് കേട്ടിട്ട് കേൾക്കണില്ലല്ലോ എന്ന് പറയുമ്പോൾ ബൈബിൾ എന്ത് പറയും? യു ഇൻക്രീസ് യുവർ ഫെയ്ത്ത്. നമ്മൾക്ക് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ദൈവം ഉദ്ദേശിക്കണത് അതാ. വിശ്വാസം വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കണത്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്കുകാർക്ക് എന്നാ കൂടെ? ഹാർട്ട് അറ്റാക്ക്, ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കില്ല. ചൈനയിൽ അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ പാമ്പിനെ കൊണ്ട് കൊത്തിക്കും. ഹൃദയത്തിൽ ബ്ലോക്കുള്ളത് അപ്പോൾ മുറുക്ക പാമ്പിനെ പോലുള്ള പണ്ടാര വിഷമുള്ള സാധനത്തെ കൊണ്ട് കൊത്തിക്കും. അപ്പോൾ എന്താ സംഭവിക്കണത്? ഈ വിഷം റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ഹൃദയം ഓവർ പമ്പിങ് ചെയ്യും. വിഷമല്ലേ? അല്പമാണെങ്കിൽ കയറത്തുള്ളേ, അല്പവിഷമാണ്. അത് ശരീരത്തിൽ കയറുമ്പോൾ ഫോറിൻ മാറ്ററല്ലേ, അതിന് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ഹൃദയം ഓവർ പമ്പ് ചെയ്യും. ആ ഓവർ പമ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് മാറും. അത് ടെക്നിക്കാണ്. ശരിക്കും ഓവറായിട്ട് വിഷം കൊടുക്കണമല്ല, ചെറിയ മൈന്യൂട്ട് മെഷർമെൻറ്റിൽ ഇതിൻ്റെ അകത്ത് വെനം കയറ്റി കഴിയുമ്പോൾ സാധനം അതുപോലെ നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യണത്? നമുക്കൊരു രോഗം ഉണ്ടായി. എന്താ ഉദ്ദേശിക്കണത്? നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. രോഗം ഉണ്ടാകുമ്പോൾ നിങ്ങളെന്താ ചെയ്യണമെന്നറിയാവോ? രോഗം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണം. ദാറ്റ്സ് ഓക്കെ. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കും? വിശ്വാസമുള്ള പ്രാർത്ഥന വേണം. മനസ്സിലായില്ലേ? വിശ്വാസം എങ്ങനെ ഉണ്ടാകും? നായിമിയിലെ ചേടത്തി ഈശോൻ്റെ അടുത്ത് വന്നില്ലേ? അല്ല, ആരാ? കാനങ്കാരി ഈശോൻ്റെ അടുത്ത് വന്നു വെച്ചാൽ പറഞ്ഞ്, എൻ്റെ മകളെ പിശാച് ബാധിച്ചിരിക്കുകയാണ്. അവളെ എന്താ ബാധിച്ചിരിക്കണത്? പിശാച്. അപ്പം ഇനി ഭൂമി വേറെ ഒന്നും ബാധിക്കാനില്ലേ? ബാധിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഭവം പിടിച്ചിരിക്കണ അവളാണ്. കടവും കടപ്പടിയൊന്നുമല്ല, എൻ്റെ അപ്പുറത്തെ സാധനമാണ്. പിശാച് നേരിട്ട് ബാധിച്ചിരിക്കും. അവളിങ്ങനെ ചുഴലി കാണാത്ത അമ്മയും തല്ലും അപ്പനെയും തല്ലും അവളും ചാകുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്.
മടുത്ത് പണ്ടാരം ഇതിനെ എവിടെയെങ്കിലും അപ്പോഴാണ് ഈശോ എന്നും പറഞ്ഞൊരാളുണ്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നപ്പോൾ ഈശോ മൈൻഡ് ചെയ്യണില്ല. കാര്യം ഇവൾ വിജാതി സ്ത്രീയാണെന്ന് അപ്പോൾ അവൾക്ക് മനസ്സിലായോ, ഞാൻ വിജാതി സ്ത്രീ ആയതുകൊണ്ടായിരിക്കും, എനിക്ക് പരിചയമില്ല. ഇവൾ പത്രോസിനോട് പറയും, പത്രോസ് എന്നെ പരിചയം കഴിഞ്ഞിട്ടാണ്, ഞാനൊരു വിജാതി സ്ത്രീയാണ്, എങ്കിലും ഈ ഒന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ 2 കൊലപാതകം നടക്കും, അവൾ എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ചാകും ആത്മഹത്യ, വേറെ ഒന്ന് നടക്കും, ഞാൻ മടുത്ത് കേട്ടാ ജീവിതം, ഒന്ന് പറയാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവളിങ്ങനെ കരഞ്ഞും കൂവിയും കാരണം 10 ദിവസം ഡിസ്റ്റർബൻസാണ്. ഇതിനെ പറഞ്ഞു വിട്ടാൽ വല്ല ഭക്ഷണം കഴിക്കാനെങ്കിലും ഗുരുവിനെ വിളിച്ചുകൊണ്ട് പോകാം, ഇവളാണ് പുറകുന്ന് മാറണമില്ല. അപ്പോൾ 10 ദിവസം പറഞ്ഞു വിട്, ശല്യമാണെങ്കിൽ ആ രീതിയിൽ പറഞ്ഞു വിടാൻ പറഞ്ഞ്, എന്തെങ്കിലും പറഞ്ഞു വിടാം, അവൾക്ക് കരഞ്ഞുകൊണ്ട് തന്നെ കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറയാണ്, ഇസ്രയേലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത്. ഇവർക്ക് ഇസ്രയേലും അറിയാൻ പാടില്ല, നഷ്ടപ്പെട്ട ആടിനെ അറിയാൻ പാടില്ല. ഇവളുടെ പ്രശ്നം എന്താണ്, അവളുടെ മകളെ മോന്തക്കട്ട് അടിക്കുന്നുണ്ട്, അവിടെ മോന്തക്ക പൊട്ടി അളിഞ്ഞ് കീറിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ വേദപാഠം പറയണത്, ഇസ്രയേലിൽ നഷ്ടപ്പെട്ടു പോയി ആളുടെ അടുക്കത്താണെന്ന് പറഞ്ഞത്. അവൾക്ക് ഇസ്രയേലും അറിയാൻ പാടില്ല, യമനും അറിയാൻ പാടില്ല, സൗദി അറേബ്യ അറിയാൻ പാടില്ല, അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, അവൾക്ക് അറിയാൻ പാടില്ല. ചില സമയത്ത് വിശ്വാസത്തിന് ഇതുപോലുള്ള വയ്യാവേലി ഉത്തരങ്ങൾ കിട്ടും. പ്രാർത്ഥനയുടെ വയ്യാവേലി ഉത്തരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടെസ്റ്റാണത്, അത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ടാകണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണ വയ്യാവേലി ഉത്തരങ്ങൾ, അവളോട് അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് ഇസ്രയേലും അറിയാൻ പാടില്ല, യമനും അറിയാൻ പാടില്ല, നഷ്ടപ്പെട്ടതും അറിയാൻ പാടില്ല, ആടും അറിയാൻ പാടില്ല. ആടാ ഏത് നഷ്ടപ്പെട്ടു, ഏത് ആട് അവൾക്കറിയത്തില്ല, അവൾക്ക് കൾച്ചറില്ല, ആ ഇസ്രയേലിൻ്റെ കൾച്ചറില്ല. ഇസ്രയേൽക്കാരോടാണ് ഈശോ പറയണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ഇസ്രയേൽ എന്താണെന്നറിയാം, ദൈവത്തിൻ്റെ അജഗണമാണ് ഇസ്രയേൽ, ഇത് അവൾക്കറിയത്തില്ലല്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ 2ാം ഘട്ടത്തിൽ എന്താണ് പറഞ്ഞത് സംഭവിക്കുന്നത്, ടെക്നിക്കൽ ടേംസ് കൊണ്ട് നമ്മളെ വീണ്ടും നമുക്ക് ഒരുതരം അപരിചിതത്വം ഉണ്ടാകുകയാണ്. അപ്പോൾ വിചാരിച്ച് എന്താ അതൊന്നും അങ്ങനെ പറയണമെന്നും മനസ്സിലാണില്ല. അപ്പോൾ ഉടനെ ഈ കാനംകാരി തിരിച്ചു പോരുകയാണ്. എന്താണ് മഴ സുഖപ്പെടുത്തിയ, എന്താണ് തിരിച്ചു പോരണത്, ആടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, എനിക്കറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇസ്രയേലും ആടൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ദീപളെ കണ്ടത്, ഇവളിപ്പോൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതാണ് സംഭവം അല്ലേ, ആ പ്രാർത്ഥനയുടെ 2nd സെക്ഷനിൽ വരുന്ന സംഭവം കണ്ടില്ലേ. പക്ഷെ അവൾ ഇത്രയും സാങ്കേതികമായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ പാവം തിരിച്ചു പോണില്ല. പത്രോസിനോട് ഉത്തരം പറഞ്ഞത് ഈശോ എന്താണ്, ഇസ്രയേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കേക്കാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പത്രോസിൻ്റെ കൈയും കാലം തളർന്ന്, ഇനിയിപ്പോൾ നിൽക്കേണ്ട കാര്യമില്ലല്ല, വണ്ടിയുടെ പറഞ്ഞു കേട്ടില്ലേ. പത്രോസിന് മനസ്സിലായി, പക്ഷെ അവൾക്ക് മനസ്സിലായില്ലല്ലോ. അവൾ എന്ത് ചെയ്യുന്നറിയാമോ, അവൾ കറങ്ങി തിരിഞ്ഞ് ഈശോയുടെ മുമ്പിൽ വന്ന്, കർത്താവേ സഹായിക്കണേ, പറയണമെന്നും മനസ്സിലാകണില്ലെന്ന് പറഞ്ഞ്, അങ്ങ് പറയണമെന്നും എനിക്ക് മനസ്സിലാകണില്ല, എൻ്റെ അവസ്ഥ ഇതാണ്, സഹായിക്കണേ. 3ാം ഘട്ടം. അപ്പോഴും 3ാം ഘട്ടത്തിൽ ഈശോ പറയും, മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അന്ത്രയോസ് നോക്കി, വല്ല കാര്യമുണ്ട്, പട്ടിയെന്ന് വിളിച്ച്, അപ്പം തന്നെ പോയിട്ടെങ്കിൽ ഈ വിളിയെങ്കിലും കേൾക്കാതിരുന്നേനാ. വീണ്ടും പ്രശ്നമല്ലേ, വീണ്ടും പ്രശ്നമായി, ആ പ്രാർത്ഥനയ്ക്ക് പിന്നെയും പ്രശ്നമായി. ഉടനെ ഇവർ വിചാരിച്ചത് ഇവൾ കുറേ തെറിയും പറഞ്ഞിട്ട് പോകുന്നതാണ് വിചാരിച്ചത്. ആര്, ഈ അപ്പോസ്തലന്മാർ വിചാരിക്കും, അറിയാം പട്ടി എന്നല്ലേ വിളിച്ചിരിക്കുന്നത്. ഇസ്രയേൽക്കാർക്ക് ഈ പട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പണിയാണ്. അറബികളെ നമ്മൾ പന്നിയെന്ന് വിളിക്കുന്ന പോലെയുള്ള പ്രശ്നമാണ് അവർക്കുള്ളത്. അത് ഭയങ്കര അവർക്ക് ഒരു വംശീയ വൈരാഗ്യം ഉണ്ടാകും ഈ വിഷയം പറയുമ്പോൾ. അപ്പോൾ ആ സാധനം ഡെഡ് എൻഡായ മുഖത്ത് വന്ന് വാതിൽ അടച്ച പോലെയാണ് ആ പ്രാർത്ഥന ക്ലോസ് ചെയ്യാൻ. പക്ഷേ എന്നിട്ട് ഇവളിങ്ങനെ കൈകൊണ്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, പറയണേ കർത്താവേ അങ്ങ് പറഞ്ഞത് ശരിയാണെന്ന്. അങ്ങ് പറഞ്ഞ ബൈബിളിൽ ഏറ്റവും ഹൃദ്യമായൊരു ഭാഗമാണത്. എനിക്കാണത് മത്തായി 15:27 മറ്റേത് ഈ വചനമുള്ളത്. കാനങ്കാരി പറയും, കർത്താവേ അങ്ങ് പറഞ്ഞത് ശരിയാ, എന്താ ഞാൻ പട്ടി തന്നെയാണ്. അവളെ എളിമപ്പെട്ട കണ്ടില്ലേ. എൻ്റെ മക്കളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ കൂടെ വരേണ്ട ഒരു സംഭവമാണ് എളിമ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ നമുക്ക് അഹങ്കാരമാണ് ഉണ്ടാകുന്ന ആൾക്കാർക്ക്. എന്താ, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്നാ ചോദിക്കണതേ ഇല്ലേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കും മനുഷ്യൻ്റെ മേലുണ്ടാകണ എന്താണ്,
ഈഗോയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അവരെന്താ പറയണത്? ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു. പണ്ട് പരിചയം പറഞ്ഞില്ലേ, ഞാൻ ആഴ്ച 2 പ്രാവശ്യം ഉപവസിക്കുന്നു, എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. നമ്മൾക്കൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഈ ഫരിസേയ മനോഭാവം ഉണ്ടാകും. ഞാൻ എന്തോ ഉപവസിച്ചു, ഞാൻ കൃപാസനത്തിൽ പോയി 3 പ്രാർത്ഥന കൂടി, പിന്നെ തപസ് കൂടി. ഇങ്ങനെ ദൈവത്തിനെ പട്ടിക പറഞ്ഞ് ദൈവത്തിനെ ബാർഗെയിൻ ചെയ്യും, വിലപേശൽ നടത്തും. ഇവളെന്താ ചെയ്യണത്? ഇവൾ പറഞ്ഞ എന്താ, ഇവൾക്ക് വിലപേശലൊന്നുമില്ല. കർത്താവ്, ഞാൻ എത്ര നേരം ഇവിടെ വന്നിട്ട് നിന്നോട് പറഞ്ഞു, നിൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞു, പിന്നെ നിന്നോട് പറഞ്ഞു, ഇത് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നോ? അപ്പോൾ എന്ന് പറയണതിന് പകരം ഇവൾ പറയണ്, അവളെ എളിമപ്പെട്ടു, കർത്താവേ അത് ശരിയാ, എന്താ ഞാൻ പട്ടിയാ. എന്നിട്ട് ഇവളൊരു വാക്ക് പറയണമെന്നറിയോ? കർത്താവേ, പട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം തിന്നാറുണ്ടല്ലോ എന്ന് പറയും. എൻ്റെ അമ്മേ, ഈ കാനംകാരി എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പല കാര്യങ്ങൾക്കും നമ്മൾ മറുപടി കണ്ടെത്തേണ്ടി വരുമായിരുന്നു. ഇവൾ പറയുന്ന ഉടനെ ഈശോ പറഞ്ഞു, ഉമൺ എന്നാ വിളിക്കണേ, ഉമൺ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. നിന്റെ വിശ്വാസം വലുതാണെന്ന്. എന്തിനേക്കാളും? നിന്റെ ആവശ്യത്തെക്കാളും. ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു അച്ഛൻ. വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിനൊരു ഗുണമുണ്ട്. അത് നമുക്കിതുപോലെയുള്ള ഹെവി പ്രോജക്റ്റ് തരുമ്പോൾ നമ്മളെപ്പോഴും ദൈവം നോക്കേണ്ടത് ഈ പ്രോജക്റ്റിനേക്കാൾ നമ്മുടെ ആവശ്യത്തിനേക്കാളും വിശ്വാസം വലുതായിരിക്കണം. ആവശ്യത്തോളമേ വിശ്വാസമുള്ളെങ്കിൽ വിശ്വാസം ആവശ്യത്തിന് വേണ്ടി മാത്രമാകും. പിടിയിടിയാ, ആവശ്യത്തോളമേ നമ്മുടെ വിശ്വാസമുള്ളെങ്കിൽ വിശ്വാസം ആവശ്യത്തിന് വേണ്ടി മാത്രമാകും. ആവശ്യത്തെക്കാൾ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസം ദൈവത്തിന് വേണ്ടി മാത്രമാകും. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അവസാനം ഈശോ പറഞ്ഞ വെളിപാട് എന്താണ്? ആവശ്യത്തോളമേ വിശ്വാസമുള്ളെങ്കിൽ വിശ്വാസം ആവശ്യത്തിന് വേണ്ടി മാത്രമാകും. ആവശ്യത്തെക്കാൾ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസം ദൈവത്തിന് വേണ്ടിയാകും. ഇവിടെയാണ് പ്രശ്നം. അനുഗ്രഹവും കൃപയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആവശ്യത്തോളം വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസം അനുഗ്രഹത്തിന് വേണ്ടി, ആവശ്യത്തെക്കാൾ ഉപരി വിശ്വാസം വന്നാൽ വിശ്വാസം കൃപയ്ക്ക് വേണ്ടി. കൃപയെന്താ? 2 കൊരിന്ത്യൻസ് 12:9. 2 കൊരിന്ത്യൻസ് 12:9 എന്താ പറയണേ? ഇന്നലെ പറഞ്ഞില്ലേ, പൗലോസ് അപ്പോസ്തലന് ബോഡി പെയിൻ, ഗ്യാസ്ട്രിക് അൾസർ, കുടലിൽ പുണ്ണ്, മുള്ളുകൊണ്ട് കുത്തണ പോലെ തോന്നും. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് തട്ടി വീർക്കും, നാക്ക് പഠിക്കുമ്പോൾ ഒക്കാനം വരും. എൻ്റെ അമ്മ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ വയറ് കല്ല് പോലെ ഇരിക്കും. ഈ പണ്ടാരം എന്നെ മാറാൻ വേണ്ടി കണ്ണുനീരോടെ ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം പറഞ്ഞ് പണ്ടാരത്തെ ഞാൻ മാറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്താണ്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഗ്രേസ് ആള് കണ്ടുപിടിച്ചതാ. അനുഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. ഗ്രേസ് എന്ന് പറഞ്ഞ സംഭവം, കൃപ, ആള് കണ്ടുപിടിച്ചതാ. അങ്ങേരുടെ പേരിലേ കിട്ടത്തുള്ളൂ, അങ്ങേരുടെ പേരിലേ കിട്ടത്തുള്ളൂ ഗ്രേസ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? എന്താ ഈ അൾസർ മാറത്തന്നെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? ഇറ്റ് വിൽ ബി ദെയർ അണ്ടർ ദ ലാസ്റ്റ് ബട്ട് മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. അത് അന്ത്യം വരെ ഉണ്ടാകും, നിന്നെയും കൊണ്ടേ അത് പോകത്തുള്ളൂ. അത് അന്ത്യം വരെ ഉണ്ടാകും. പക്ഷേ ഡസൻ മൈൻഡ്, നീ വിശ്വാസിയാണ്. നിനക്ക് ഞാനൊരു കാലം തന്നിട്ടുണ്ട്, ആ കാലം വരെ നീ ജീവിച്ചിരിക്കും. വിശ്വാസിയുടെ ഗുണം എന്താണെന്ന് അറിയാവോ? ഏത് രോഗം വന്നാലും, പണ്ടാരം വന്നാലും, കടം വന്നാലും, കർത്താവ് നമുക്ക് തന്ന കാലം
ആ കാലം വരെ ജീവിച്ചിരിക്കും. എന്നിട്ട് പറയും ജീവിക്കുക. ഇപ്പം എസെക്കിയേലിൻ്റെ പുസ്തകങ്ങളിലൊക്കെ പറയുന്നില്ലേ, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. വയലിലെ ചെടി എന്താണ്? ഇപ്പം എസെക്കിയേൽ 16 മോനോ നോക്കിയേ, ശ്രുതികടെ യേശുവേ സ്വസ്ഥം. ഹല്ലേലൂയ. 16:31 നോക്കി. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധന്റെ അടുക്കൽ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നീ ചോരയിൽ കിടന്ന് ഉരുളുന്ന കണ്ടെന്ന്. ജീവിക്കുക, ഞാൻ നിന്നോട് പറഞ്ഞു നീ ജീവിക്കുക. വയലിലെ ചെടി പോലെ വളരുക. വയലിലെ ചെടി പോലെ വളരുക. നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു. നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു. നിന്റെ മാറിടം വളർന്നു. നിന്റെ മാറിടം വളർന്നു. മുടി തഴച്ചു. നിന്റെ മുടി തഴച്ചു. എങ്കിലും നീ നഗ്നയും അനാവൃതയുമായിരുന്നു. ഞാൻ വീണ്ടും നിന്റെ അടുക്കിലൂടെ കടന്നുപോയപ്പോൾ നിന്നെ നോക്കി. നിനക്ക് വിവാഹപ്രായമായപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളാ. ആ വ്യത്യസ്ത ഘട്ടം ആദ്യം നോക്കിയപ്പോൾ ആരും നോക്കാനും തിരക്കാനും ഇല്ലാതെ നീ പിറന്നപ്പോൾ നിന്റെ പൊക്കിൾക്കൊടി മുറിച്ചിരുന്നില്ലെന്ന്, മുറിക്കാൻ പോലും ആളില്ലെന്ന്. നീ ചോരയിൽ കിടന്ന് പിറണ്ട് നിന്റെ പൊക്കിൾക്കൊടി മുറിച്ചിട്ട് ഉപ്പ് പുരട്ടാൻ പോലും ആരും ഇല്ലെന്ന്. നീ ചോരയിൽ കിടന്ന് ഉരുണ്ട്. അപ്പോൾ ഞാൻ കടന്നുപോയി. ഞാൻ പറഞ്ഞു നീ ജീവിക്കുക. എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? വളരണം. എങ്ങനെ? വയലിലെ ചെടി പോലെ. വയലിലെ ചെടി എന്ന് പറയുമ്പോൾ എന്താ? നഴ്സറി പ്ലാന്റ് പോലെ അല്ല. സമയത്ത് പുഴുവെടുക്കാനും സമയത്ത് വെള്ളം കൊടുക്കാനും സമയത്ത് വളം കൊടുക്കാനും ഇല്ല. എല്ലാം സ്വന്തം നിലക്ക് ചെയ്യാൻ എല്ലാ പുഴുക്കളെയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നീ വളരും. കാര്യം എന്താ? എൻ്റെ ആശംസ നിനക്കുണ്ടെന്ന്. എൻ്റെ ദൈവവേദനേ, ചില സമയത്ത് നമ്മൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. നമ്മളെ തിരക്കാൻ ഭർത്താവുണ്ടാകാം, പക്ഷേ ഭർത്താവിൻ്റെ ബലമില്ല. ഭാര്യ ഉണ്ടാകാം, ഭാര്യയുടെ ബലമില്ല. ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര പേർക്ക് അതിൻ്റെ ഗുണങ്ങൾ കൃത്യമായിട്ടുണ്ട്? ആരുടെയും കുഴപ്പമില്ല. ഇതൊക്കെ എല്ലാം ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മർദ്ദമാണ്. കൈയടിച്ച് കർത്താവ്. അപ്പം ചില കാര്യങ്ങൾ മിനിമം മാത്രം തരും, മാക്സിമം തരത്തില്ല. കാര്യം നീ പിന്നെ ഞാൻ നിൻ്റെ അടുത്തോട് കടന്നുപോയി. അപ്പോൾ നീ യൗവനയുക്തിയായിരിക്കണം. നിന്റെ മാറിടം വളർന്നു, നിന്റെ മുടി തഴച്ചു, പക്ഷേ യുവർ നെയ്ക്കഡ്, നീ നഗ്നയായിരുന്നു, അപമാനിതയായിരുന്നു. അപ്പോൾ എൻ്റെ മേലങ്കി എടുത്ത് ഞാൻ അയ്യോ എന്നാ പരിപാടിയാ. അതായത് എൻ്റെ മേലങ്കി എടുത്ത് ഞാൻ നിൻ്റെ മേത്തിട്ടെന്ന്. പിന്നെ പറയണം ഞാൻ നിന്നെ കല്യാണം കഴിച്ചെന്നാണ് പറയണത്. നോക്കിയേ, ദൈവം ഇത്രയും പ്രണയിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ മിനിമം മാത്രം കിട്ടി നമ്മൾ പോകുമ്പോൾ ദൈവത്തിന് പ്രണയം കൂടത്തേ ഉള്ളൂ. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 വചനം ഇപ്പം കർത്താവ് തന്നതാണ്. എന്നിട്ട് ഇപ്പം ഈശോ എന്നെ ചെയ്യാൻ പോണെന്ന് അറിയാവോ? ഈ എസെക്കിയേൽ 16:7 ഈശോ ഇപ്പോൾ എടുത്തിട്ട് എന്താ ചെയ്യാൻ പോണത്? അത് 2 Corinthians 12:9 ലൂപ്പ് ചെയ്യാൻ പോവുകയാണ്. ആ വചനം വന്നപ്പോഴാണല്ലോ പരിശുദ്ധാത്മാ ഈ വചനം തന്നത്. ആ വചനം എന്താ പറയണത്? ഗ്യാസ്ട്രിക് അൾസർ പിടിച്ചിട്ട് ഈ സുവിശേഷകൻ വെയിലത്ത് കിടന്ന പുഴുവിനെ പോലെ ചുരുണ്ട് കൂടിയാണ്. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, മിന്നാമ്പുഴുക്കൾ ചാടി വീഴുന്നുണ്ട്, തല കറങ്ങണ പോലെ തോന്നുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് തട്ടി വീർക്കുന്നുണ്ട്, ഒന്നും ജീവിക്കാൻ പറ്റണില്ല, സംഭ്രമമാണ്, ഗ്യാസും കയറി വല്ലാത്ത അവസ്ഥയാണ്. ഇത് ടേക്ക് അവേ ദിസ് ഈവിൾ. എത്രയോ പ്രാവശ്യം ഇങ്ങനെ ഇത് വാട്ട് ഹെൽ. ഈ പൗലോസ് അപ്പോസ്തലൻ കണ്ണീരോടെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, പൗലോസിനെ സഹായിച്ചില്ലേ പിന്നെ എന്നെ സഹായിക്കും ഈശോയെ നീ. അല്ലേ? പൗലോസ് എന്ന് പറഞ്ഞ ആരാ? കല്യാണം കഴിക്കാൻ നിൽക്കിയ കക്ഷി ഈ ഒരാളെ കൊടുത്ത് ഭ്രാന്തടിച്ച് നടക്കുന്ന ആളാണ്.
എന്നിൽ യേശുവാണ് ജീവിക്കണം എന്ന് പറഞ്ഞ് രാത്രിയും പകരം പ്രാന്തടിച്ച് ജീവിക്കുക. ആ മനുഷ്യന് അൾസർ വന്ന എന്തിൻ്റെ കാര്യമാണ്? അങ്ങേർക്ക് സമയത്ത് ഭക്ഷണം കിട്ടാതെ കൊടുക്കാതെ വന്നും തിന്നാതെ വന്നും സുവിശേഷ പ്രഘോഷണം തന്നെയല്ലേ, എന്നിട്ട് അങ്ങനെ വന്നുണ്ടാക്കിയതാണ്. അപ്പോഴതിൻ്റെ അങ്ങനെ അൾസറിൻ്റെ പകുതി ഉത്തരവാദിത്തം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. പക്ഷെ പൗലോസ് ഈസ് ഗോയിങ് ടു ബാർഗെയിൻ ഇറ്റ്. നമ്മൾ ദൈവത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അത് വെച്ച് ദൈവത്തോട് ബാർഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പൗലോസ് ബാർഗെയിൻ ചെയ്യണില്ല. പൗലോസ് പറഞ്ഞ, അപ്പാ ജീവിക്കാൻ പറ്റണില്ലപ്പാ, ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പോൾ ഉടനെ പറയും, നിനക്ക് ഞാനൊരു കാലം തന്നിട്ടുണ്ട്, അത്രയും നീ ജീവിക്കും. ഏത് രോഗം വന്നാലും ക്ഷീണം വന്നാലും അറ്റാക്ക് വന്നാലും ദൈവം നമുക്കൊരു സമയം, ദൈവത്തിൻ്റെ ആശീർവാദത്തിലാണ്. ദൈവവേദനേ നീ ജീവിക്കണമെങ്കിൽ കർത്താവ് എന്താ പറഞ്ഞത്? എസെക്കിയേൽ 16:7 ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. ഏത് രോഗം വന്നാലും നീ മരുന്ന് കഴിച്ചിട്ട് ഓപ്പറേഷൻ ഫെയിലിയർ ആയാലും എന്ത് മണ്ണാങ്കട്ടായാലും കർത്താവ് എനിക്കൊരു ആയുസ് തന്നിട്ടുണ്ട്, ഒരു ആശംസ തന്നിട്ടുണ്ട്, ഞാൻ ജീവിക്കും. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കുമെന്ന്. 17:19 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. പൗലോസോട് പറഞ്ഞിട്ട്, മകനെ നീ ജീവിക്കും, നീ രോഗവും കാര്യവും നീ കണക്കാക്കണ്ട, അതുണ്ടായാലും നീ ജീവിക്കും, ഇല്ലെങ്കിലും നീ ജീവിക്കും. എന്താ കാര്യം? നിൻ്റെ ജീവിതം, നിൻ്റെ ആയുസ്, നിൻ്റെ രോഗമോ നിനക്കുള്ള മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതെൻ്റെ ആശംസയിലും ആശീർവാദ അടിസ്ഥാനമാണ്. കൈയടിച്ച് കർത്താവിനെ എങ്ങനെയാണ് ഈ ശക്തി വന്നാൽ പൗലോസിന് 2 കാര്യം സംഭവിക്കാം. അപ്പം മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, പിതാവ് ശക്തിയാണ്, പുത്രശക്തിയാണ്, പരിശുദ്ധാത്മാവ് ശക്തിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ശക്തിയാണ് നമ്മളിലേക്ക് വരുന്നത്. പൗലോസ് ഇപ്പോൾ എന്താ ചോദിക്കുന്നത്? സൗഖ്യത്തിൻ്റെ ശക്തിയാണ് ചോദിക്കുന്നത്. അത് അൾസർ പിടിച്ചിട്ട് സൗഖ്യത്തിൻ്റെ ശക്തിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്താണ് അതിൻ്റെ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഒരു ദൈവരാജ്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലേ, ഇല്ലേ? പൗലോസിൻ്റെ ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ദൈവരാജ്യം എന്താണ്? അതാണ് ചോദ്യം. നമ്മൾ 6:33 മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നിൽക്കും. ഇപ്പോൾ പൗലോസിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അൾസർ. 2 കൊരിന്ത്യർ 12:9 അൾസർ. അയാൾക്ക് എന്താ ചെയ്യേണ്ടത്? അതൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ പോകണം, അൾസറും വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ പൗലോസ് പറഞ്ഞു, എൻ്റെ മനസ്സെന്താണ്, എൻ്റെ ആഗ്രഹം എന്താണ്? ഇതെടുത്ത് മാറ്റാൻ വേണ്ടിയാണ്. 3 പ്രാവശ്യം ഞാൻ ചോദിച്ചെന്ന്. 3 പ്രാവശ്യം ഇതെടുത്ത് മാറ്റാൻ ചോദിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പൗലോസേ, അൾസറിൻ്റെ അകത്തൊരു ദൈവരാജ്യമുണ്ട്, അത് നീ ചോദിക്കാൻ പറഞ്ഞു. അൾസറിൻ്റെ അകത്തൊരു ദൈവരാജ്യമുണ്ട്. ദൈവവേദലെ ഈ കൃപ ഡെവലപ്പ് ചെയ്ത് വരുന്ന രീതി മനസ്സിലാക്കണം. അൾസറിൻ്റെ ദൈവരാജ്യം എന്താണ്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. അതാണ് സംഭവം. എന്താണ്? അൾസർ അവിടെ ഇരിക്കട്ടെ, നിനക്കെൻ്റെ കൃപ മതി. എന്നിട്ട് ഒരിക്കലും ദൈവം ചെയ്യാത്തൊരു കാര്യം അവിടെ വെച്ച് വീത്. എന്താണെന്നറിയാമോ? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബലഹീനമായിട്ടൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പവർ പോയിൻ്റായിട്ട് തരും. നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറ്റില്ല, ഇൻപുട്ട്. ഇപ്പോൾ ഈ ക്യാമറക്കൊക്കെ ഇൻപുട്ടുണ്ട്, ഔട്ട്പുട്ടുണ്ട്. ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് വന്ന് കയറണ സ്ഥലമാണ്, അല്ലേ? നമ്മുടെ ഇൻപുട്ട് എന്താ? കൃപയുടെ ഇൻപുട്ട് എന്താ? ബലഹീന. അതാണ് 2 കൊരിന്ത്യർ 12:9 പറയണത്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ദൈവം ശക്തിയാണെന്ന് പറഞ്ഞില്ലേ, ദൈവം ശക്തിയാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് പക്ഷേ ഈ ശക്തിക്ക് എന്ത് സംഭവിക്കണത്? ശക്തി ശക്തിയായിട്ടിരിക്കും, നമ്മളായിട്ടിരിക്കും. അങ്ങനെയല്ല, ഇത് ശക്തി അപ്ലോഡ് ചെയ്യുന്ന മെക്കാനിസം എന്താ? അതാണ് ബൈബിളിൽ ഒറ്റ പ്രസവമുള്ളത്. ശക്തി നമ്മളേക്ക് അപ്ലോഡ് ചെയ്യണ മെക്കാനിസം എന്താണ്? നമ്മുടെ വീക്ക്നെസ്സാണ്. അയാൾ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ഓക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ശക്തി അപ്ലോഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് പൗലോസ് പുസ്തകം പറയുവേ, ഞാൻ സ്തുതിക്കണമെങ്കിൽ എൻ്റെ ബലഹീനതയെ ഓർത്ത് സ്തുതിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്താ അറിയാവാ? മോളെ 12:9 വായിച്ചേ, അല്ല 12:10, 2 കൊരിന്ത്യർ 12:10. മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എൻ്റെ മുകളിലുള്ള വായിച്ച് 11 വായിച്ചേ.
എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെന്റെ കൃപ മതി. നിനക്കെന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാക്ക് ഭയങ്കര മാത്തമാറ്റിക്കലായിട്ട് ഇട്ടിരിക്കുകയാണ്. എന്തെന്നാൽ ബലഹീനതയിലാണ് ശക്തി പ്രകടമാകണമെന്നല്ല, ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്, അല്ലേ? എന്നിട്ട് പറയും, ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പോൾ ഇനി കൃപയുടെ കൃപയുടെ അർത്ഥികൾ, വൈദിക വിദ്യാർത്ഥികളെന്ന് പറഞ്ഞ പോലെ കൃപയുടെ അർത്ഥികൾ, നമ്മൾ കൃപയുടെ അർത്ഥികളാണ്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കണമെന്ന് ഇപ്പം നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞില്ലേ? നിനക്കെൻ്റെ കൃപ മതി എന്നിട്ട് പറഞ്ഞ് എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിന് പകരം സമാന പദം എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണത്. മനസ്സിലായില്ലേ? അപ്പം കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ശക്തി, ദൈവശക്തിയാണ്. ഈ ദൈവത്തിൻ്റെ ശക്തി എപ്പോൾ പ്രവർത്തിക്കുന്നു? പൗലോസ് അനുഗ്രഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അൾസർ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലേ? എൻ്റെ മക്കളെ, അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കത്തുള്ളൂ, ഇല്ലേ? മകളെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, അല്ലേ? രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും, അങ്ങനെ ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കും, ഇൻ്റർവ്യൂവിന് കയറി പറ്റാൻ വേണ്ടി. അപ്പോൾ മനുഷ്യൻ അനുഗ്രഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കത്തുള്ളൂ. അത് തെറ്റൊന്നുമില്ല. പൗലോസ് അപ്പോസ്തലനും അനുഗ്രഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എന്നിട്ട് ദൈവം പറയുകയാണ്, മകനെ, ഇതിൻ്റെ അകത്ത് ഈ അൾസറിൻ്റെ അകത്തൊരു ദൈവരാജ്യമുണ്ട്. എന്താണത്? ഇപ്പം പീലാത്തോസ് കൈ കഴുകി, യൂദാസ് ഒറ്റിക്കൊടുത്ത്, പത്രോസ് തള്ളിപ്പറഞ്ഞ്, അതിൻ്റെ അകത്തൊരു ദൈവരാജ്യമുണ്ട്. അത് ഈശോയുടെ ഒരു മനുഷ്യരാജ്യമുണ്ട്. ഈശോ പറഞ്ഞു, അപ്പ ഈ പാനപാത്രം കടന്നു പോകട്ടെ എന്ന് പറഞ്ഞു, അല്ലേ? അതാണ് ഈശോൻ്റെ രാജ്യം. അപ്പം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് അത് കടന്നു പോകുന്നില്ല. പൗലോസ് തന്നെ 3 പ്രാവശ്യം അൾസർ പ്രാർത്ഥിച്ചിട്ടും അൾസർ കടന്നു പോകുന്നില്ല. എൻ്റെ ദൈവരാജ്യം വരാൻ പോണ വഴി കണ്ടില്ലേ? പിടികിട്ടിയ മക്കൾ, പിടികിട്ടിയ? അപ്പം നമ്മളൊരു വിഷയം, ഇപ്പം നിങ്ങൾ എന്നോട് പറയാനുണ്ട്, അച്ഛാ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു അനക്കവും ഇല്ലെന്ന് പറയുമ്പോൾ എന്താ കാര്യം? ഞാൻ പറയും, ഇനിയും പ്രാർത്ഥിക്കാൻ പറയും. എന്താ കാര്യം അറിയാമോ? പ്രാർത്ഥിച്ച് പോകുമ്പോൾ നമ്മൾ ഇനി ദൈവരാജ്യം വരേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്. എപ്പോഴും ഓർക്കേണ്ട കാര്യം എങ്ങനെയാണ്? ഇപ്പം ഈശോയും പ്രാർത്ഥിച്ചില്ലേ 3 പ്രാവശ്യം, പൗലോസും പ്രാർത്ഥിച്ചില്ലേ 3 പ്രാവശ്യം. ഇവർക്ക് രണ്ടുപേർക്കും ശാരീരികമായ ക്ലേശം വന്നപ്പോഴല്ലേ അവർ പ്രാർത്ഥിച്ചത്, ഇല്ലേ? പ്രാർത്ഥനയിലൂടെയാണ് ദൈവരാജ്യം വരണത്, പ്രാർത്ഥനയിലൂടെയാണ്. പക്ഷെ പ്രാർത്ഥന ഒരു ടൈം കഴിഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പൗലോസിൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, കേട്ടോ? ഈശോൻ്റെ പ്രാർത്ഥന കേട്ടോ? ഇല്ല. ഈശോൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, അപ്പ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈ അങ്ങയുടെ ഇഷ്ടമെന്ന് പറയണത് എന്താ? അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ മഹത്വം സംഭവിക്കും. ദൈവത്തിൻ്റെ മഹത്വം സംഭവിച്ചാൽ ഇന്നലെ നമ്മൾ കണ്ടു എന്ത് സംഭവിക്കും? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരും. എങ്ങനെ വളരും? അതേ യേസ് ജീസസ്, ഈ എല്ലാത്തിനോടും യേസ് ജീസസ് പറയണതാണ് വിശ്വാസ വളർച്ചയെന്ന് പറയുന്നത്. ആ ഗാനം കാര്യം എന്താ പറയണത്? യേസ് മൈ ലോർഡ്, ഇറ്റ് ഈസ് കറക്റ്റ്, ഐ ആം എ ഡോഗ്, അല്ലേ? കർത്താവേ, ഞാൻ പട്ടിയാണ്, പക്ഷേ നീ യജമാനാണ്. യജമാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന കപ്പക്കഷ്ണങ്ങൾ പട്ടികൾ തിന്നാറ്. യേസ് മൈ ലോർഡ്. പണ്ട് മാർത്ത ആങ്ങളെ ചീഞ്ഞ് ദുർഗന്ധം മോഹിച്ചപ്പോൾ കുഴിമാടത്തിൻ്റെ അടുത്ത് മാർത്ത നിൽക്കുക. അപ്പോൾ മാർത്തായോട് ചോദിച്ച്, എവിടെയാണ് അടക്കിയിരിക്കണേ? അപ്പോൾ പറഞ്ഞു, കർത്താവ് അടുക്കണ്ട മണമാണ് കേട്ടോ. പണ്ട് നീ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ അടുത്തിരുന്നപ്പോഴുള്ള അവസ്ഥ അല്ല അവൻ്റെത്. അവൻ പോയി കർത്താവ് എന്ന് പറഞ്ഞു. ഭയങ്കര ഹൃദയഭേദകമാണ് മാർത്താടെ. എന്നിട്ടും എനിക്ക് മാർത്തായോട് ഭയങ്കര ജീവനാണ് എനിക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈശോ എപ്പോഴും എന്ന് പറയുമ്പോൾ, നീ ലുക്ക് ടു മാർത്ത. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥകളിലും ഇവൾ ഈശോൻ്റെ ഇടയ്ക്ക് നിന്ന് മാറത്തില്ല. ഇവക്കെല്ലാം നഷ്ടപ്പെട്ടേ. അവളുടെ ആകെപ്പാടൊരു ആങ്ങളെ ഉണ്ടായിരുന്നു. ആണും തൂണും തണലും താങ്ങുമൊക്കെ ആയിരുന്ന പാർട്ടി ആള് പോയിട്ട് ഈശോനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അവളുടെ വീട്ടിൽ മരിച്ചിട്ടും രോഗമായിട്ടും വന്നില്ല, മരിച്ചിട്ടും വന്നില്ല, ചീഞ്ഞിട്ടും വന്നില്ല. അവസാനമാണ് വരണത്. അവസാനം വരുമ്പോഴേ ഈ നായിമിലെ വിധവയെപ്പോലെ, ഈ കാനങ്കാരിയെപ്പോലെയാണ് മാർത്തായി നിൽക്കുന്നത് അവിടെ. മാർത്ത പറയുന്നത്, അപ്പോഴും മാർത്തക്ക് പരിഭവമില്ലല്ല. മാർത്ത പറയും, ഈശോ ഉണ്ടായിരുന്നെങ്കിൽ ആള് പോകത്തില്ലായിരുന്നു, എനിക്കറിയാമെന്ന് പറയും.
അത് ആ ഈശോയിലുള്ള വിശ്വാസം തന്നെ പറയണത്, സ്നേഹം കൊണ്ട് പറയണതാണ്. അപ്പോൾ ഈശോ പറയും നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പം നമുക്കറിയാം ലാസ്റ്റാണ് ഈശോ ഉയർപ്പിച്ചതെന്ന്. മാർത്തയ്ക്ക് അറിയത്തില്ല. മാർത്ത പറയും ഈശോ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയും. എനിക്ക് വിശ്വാസമുണ്ട്. എന്താ കാര്യം? അന്തിമ നാളിൽ പുനരുത്ഥാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, നീ ഇത് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ മാർത്ത പറയും ഉവ്വ കർത്താവേ, യേസ് മൈ ലോർഡ്. രണ്ടുപേരും യേസ് പറഞ്ഞ കണ്ടില്ലേ? കനംകാരി യേസ് പറഞ്ഞു യേസ് മൈ ലോർഡ്, ഐ ആം ഡോഗ്. ശരിയാണ് കർത്താവ്, ഞാൻ പട്ടിയാണ്. ഇവളെന്താ പറയണത്? വിശ്വാസത്തിൻ്റെ 4ാം കാലിൽ നിൽക്കുമ്പോൾ നമ്മൾ ബിഗ് സീറോ ആകുമ്പോൾ നമ്മൾ യേസ് പറയും. മാർത്ത എന്താ ബിഗ് സീറോ ആയിരിക്കുകയാണ്. ഇനി നാഴി അരി മേടിച്ച് കൊടുക്കാൻ, അത് വിറ്റ് വേലെടുത്ത് കൊടുക്കാൻ ആളില്ല, ഒന്നുമില്ല ജീവിതത്തിൽ. കലമൊക്കെ കാലിയ, മാർത്താടെ കഞ്ഞിക്കലം അരിക്കലമൊക്കെ കാലിയായിരിക്കുകയാണ്. നാളെ എങ്ങനെ ആഹാരം കഴിക്കുമെന്ന് അവക്കറിയില്ല. ഉള്ള ആൾ ചീഞ്ഞിരിക്കുകയാണ്. അപ്പോഴും ഇവൾ യേസ്മയിലോട് പറയും. വിശ്വാസം ഒരു യേസ്മയിലോടാ. നിൻ്റെ കടത്തിൻ്റെയും നിൻ്റെ രോഗത്തിൻ്റെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളുടെ അപ്പുറത്ത് യേസ് പറയുമ്പോഴെന്ത് പറയും? ആ യേസിൻ്റെ ഉത്തരവ് എന്താ? യേശുവിനെ മാത്രം ആശ്രയിച്ചാണ് നിൽക്കണത്. എന്താ കഴിയും? കർത്താവേ, ഈശോ പറഞ്ഞില്ലേ ഞാൻ ജീവിക്കുകയാണെങ്കിൽ നീയും ജീവിക്കും. അപ്പോൾ എന്താണ്? എനിക്ക് കടമുണ്ടാകാം, എനിക്ക് രോഗങ്ങളുണ്ടാകാം, പക്ഷെ എന്താണ്? എൻ്റെ കർത്താവ് ജീവിക്കുന്നു, അതിനാൽ ഞാനും ജീവിക്കുമെന്ന്. 17:19 എൻ്റെ കർത്താവ്. അതാണ് വിശ്വാസം. യേസ് മൈ ലോർഡ്. കനംകാരി പറഞ്ഞ യേസാണ്. മാർത്ത ആങ്ങളെ ചീഞ്ഞപ്പോഴും പറഞ്ഞത് യേസാണ്. മക്കളെ, നമ്മൾ യേസ് പറഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ നിറയും. കൈ അടിച്ച് കർത്താവിനെ ചൂണ്ട. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കർത്താവിൻ്റെ വചനം കൃപയുടെ നേർത്തെളിയിലേക്ക് വരികയാണ്. നേർത്തെളി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നമുക്കറിയാലോ, ഓരോ വിഷയത്തിൽ നിന്നും അരിച്ചരിച്ചരിച്ച് എങ്ങനെയാണ് മനുഷ്യൻ കൃപയിലേക്ക് വരുന്നതെന്നാണ്. അവസാനം പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയും ഈശോയുടെ പ്രാർത്ഥനയും 3 പ്രാവശ്യമുള്ള പ്രാർത്ഥനയാണ്. 2ഉം ബോഡി പെയിനിനുള്ള പ്രാർത്ഥനയാണ്. ഒന്ന്, ഈശോയ്ക്ക് മാനസിക സംഘർഷം കൂടിയുണ്ട്, ഇല്ലേ? മാനസിക സംഘർഷമുണ്ട്. ഈ മാനസിക സംഘർഷത്തിൻ്റെ പ്രാർത്ഥനയും അവരുടെ പൗലോസിൻ്റെ അൾസറിൻ്റെ പ്രാർത്ഥനയും, ഈ പ്രാർത്ഥനയ്ക്ക് ദൈവികമായ ലക്ഷ്യമാണുള്ളത്. എന്താ കാര്യം? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. എന്നിട്ട് കൃപ എന്താണെന്ന് അച്ഛൻ പറഞ്ഞത്? കൃപ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ദൈവത്തിൻ്റെ ശക്തി. പൗലോസിനോട് എന്താ പറഞ്ഞത്? നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ശക്തി എന്നല്ല വന്നിരിക്കണം അവിടെ. ഈശോ പുകഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈശോ 3 പ്രാവശ്യം ആത്മസംഘർഷം, മനസ്സംഘർഷമുണ്ട്, അല്ലേ? ശാരീരിക വേദനയുണ്ട്, എല്ലാം അനുഭവിച്ചിട്ട് അപ്പാ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്നിട്ട് പറഞ്ഞു. ഈശോ പറഞ്ഞു അത് എൻ്റെ ആഗ്രഹമാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ അപ്പൻ്റെ ഇഷ്ടമേ നിറവേറാവൂ, അങ്ങനെ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറും. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതാണ് ദൈവരാജ്യം. പൗലോസിൻ്റെ അൾസറിൻ്റെ അകത്ത് ദൈവരാജ്യം എന്താണ്? ഗ്രേസാണ്. നിനക്കെൻ്റെ കൃപ മതി, അതാണ് ദൈവരാജ്യം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സങ്കടങ്ങളുടെ പിന്നിലും ഒരു ദൈവരാജ്യം ഉണ്ടാവും. നമ്മൾ ആദ്യം ദൈവരാജ്യമാണ് അന്വേഷിക്കേണ്ടത്. ഈശോയുടെ പൂങ്കാവനത്തെ ധ്യാനത്തിൽ ഒരു ദൈവരാജ്യമുണ്ട്. എന്താണ്? അപ്പനത് ആ കുരിശെടുത്ത് മാറ്റണില്ല. എന്നിട്ട് എന്ത് ചെയ്ത്? അപ്പൻ അതിനെന്ത് ചെയ്യും? അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖയെ വിടും. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് കിട്ടണത് എന്താണ്? ഗ്രേസ്. അതെന്താണ്? ദൈവത്തിൻ്റെ ശക്തി. ഇപ്പം ഈശോയ്ക്ക് കിട്ടണത് എന്താ? അതിന് ശക്തിയാ. ഈശോയ്ക്ക് കിട്ടണത് എന്താണ്? ഈശോ പറഞ്ഞു, മകൻ പറഞ്ഞ പോലെ എനിക്ക് മകൻ്റെ വിഷമം എനിക്ക് നല്ലവണ്ണം അറിയാം. കുരിശെടുക്കാനോ, യുദാസിനെ പിന്തിരിപ്പിക്കാനോ, പൗലോസിനെ തള്ളിപ്പറയാതിരിക്കാനോ, പിലാത്തോസിനെ കൈകഴുകാതിരിക്കാനോ ഒന്നും പറ്റത്തില്ല. അതെല്ലാം നിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ക്രമീകരിച്ചിരിക്കുന്നതാണ്. അതൊന്നും ടേക്കപ്പ് ചെയ്യത്തില്ല. പക്ഷേ ഈ പൗലോസിൻ്റെ തള്ളിപ്പറച്ചിലും യുദാസിൻ്റെ ഒറ്റിക്കൊടുക്കലും പിലാത്തോസിൻ്റെ കൈകഴുകലിനെ അതിജീവിക്കുന്ന ഒരു സംഭവം ഞാൻ നിനക്ക് തരാം. എന്താണ്? മൈ ഗ്രേസ്, മൈ കൃപ. എന്താണ്? ഉടനെ അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ ഇറങ്ങി വന്നു. അതാണ് 18:6 യോഹന്നാൻ്റെ സുവിശേഷം.
എൻ്റെ ദൈവം പൈതലേ, നീ ഇപ്പം തിരിച്ചറിയണം. എന്താ? രണ്ടും കൃപയാ. പൗലോസിന് കിട്ടിയതും കൃപയാ. പൗലോസിന് കിട്ടിയ കൃപ ആദ്യം കിട്ടിയ ആർക്കാണ്? ഈശോ 3 പ്രാവശ്യം പറഞ്ഞു. ഈശോയോട് എന്താ പറഞ്ഞത്? മൈ സൺ ജീസസ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. പിലാത്തോസ് നിന്നെ കഴുകാൻ കാത്തിരിക്കുകയാണ്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. പത്രോസ് നിന്നെ തള്ളിപ്പറയാൻ കാത്തിരിക്കുകയാണ്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതി. യുദാസ് നിന്നെ മുത്തിക്കൊടുക്കാൻ പോകുന്നു. നീ ചമ്മട്ടടിയേറ്റൊക്കെ എടുക്കാൻ പോകുന്നു. നീ കുരിശുമരണം ഭരിക്കാൻ പോകുന്നു. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഇതിനെ ജീവിതത്തിൻ്റെ എല്ലാ മാനസിക ശാരീരിക പീഡനങ്ങൾ അപ്പുറത്തേക്ക് ഒരു വിശ്വാസിക്ക് അതിനെ അതിജീവിക്കാനുള്ള ദൈവിക ശക്തി, ദൈവിക നിർദ്ധാരണ മാർഗം എന്താണ്? അതാണ് ഡിവൈൻ സൊല്യൂഷൻ, കൃപ. ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ ശക്തി. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിലെ, എൻ്റെ ജീവിത മണ്ഡലങ്ങളിലെ ഞാൻ അനുഭവിക്കുന്ന മാനസികവും ശാരീരികമായ എല്ലാ സംഘർഷങ്ങളുടെയും ഉത്തരം, ദൈവിക ഉത്തരം അങ്ങയുടെ കൃപ, അങ്ങയുടെ ശക്തിയാണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കിട്ടേണ്ടതും കൃപ തന്നെയാണെന്നാണ് യോഹന്നാനും പറയുന്നത്. എന്താ പറയണേ? യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ഒന്ന് പറഞ്ഞേ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം, ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഈ കഴിവാണ് കൃപയെന്ന് പറയുന്നത്. അതാണ് 2:16 കിടക്കുന്നത്. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പൂർണ്ണതയിൽ നമുക്ക് ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്ക് ലഭിക്കണത് എന്താണ്? കൃപ. എൻ്റെ മക്കളെ, ഈ കൃപ ഉള്ള പ്രശ്നം അച്ഛൻ മുമ്പ് പറഞ്ഞായിരുന്നു. ഈ ദൈവത്തിൻ്റെ ശക്തി ശരീരത്തിൽ വീഴുമ്പോൾ എന്തായി മാറുന്ന പറഞ്ഞത്? സൗഖ്യമായി മാറുന്നല്ലേ? ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ വീഴുമ്പോഴാണ്. അതാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയണത്. അനുഗ്രഹം, ഫേവേഴ്സ്, ഫിസിക്കൽ ഫേവേഴ്സ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, എൻ്റെ ചിലർ പറയുന്നുണ്ട്, അച്ഛാ ചിട്ടി വീഴാൻ പ്രാർത്ഥിക്കണേ അച്ഛാ. അപ്പോൾ ചിട്ടി വീഴാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 3 ചിട്ടി ഇറക്കിയിട്ടുള്ളവരെ 4 കൊല്ലത്തെ ചിട്ടിക്ക് 3 ഗഡുവേ ഇറക്കിയിട്ടുള്ളൂ. അത് വീഴാൻ പ്രാർത്ഥിക്കാൻ പറയുകയാണ്. ഞാൻ പ്രാർത്ഥിക്കും, ഉടനെ പ്രാർത്ഥിക്കും. എന്താ കാര്യം എന്നറിയാവോ? അവർക്കത് കിട്ടിയിട്ട് വേണം. വേറെ ഒരു മാർഗം അവിടെ മുമ്പിൽ ഭൗതികമായിട്ടില്ല. ഇനി എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഈശോ ചെയ്യട്ടെ. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള മാനുഷിക മാർഗം ഇതാണ്. ഞാൻ പറഞ്ഞു ഈശോയെ ഇതാണ് വിഷയം, വേറെ ഒരു മാർഗ്ഗമില്ല, എന്ത് വിഷയമായാലും. അപ്പം നമ്മൾ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവളെ അനുഗ്രഹിച്ച് വിടും. ഒരു 50% പേരുടെ ആ സംഭവം നടക്കും. 50% പേർക്ക് കർത്താവ് വേറെ വഴി കാണിച്ചു കൊടുക്കും. കാര്യം അതിനെല്ലാം ഇങ്ങനെ ഭൗതിക മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി വന്ന് വീഴുന്നതിനാണ് നമ്മൾ ബ്ലെസ്സിങ്സ് എന്ന് പറയണത്. പീഡിയ. ദൈവത്തിൻ്റെ ശക്തി ശരീരത്തിൽ വീഴുമ്പോൾ എന്താണത്? അത് സൗഖ്യം. ദൈവത്തിൻ്റെ ശക്തി ഭൗതിക മണ്ഡലങ്ങളിൽ വീഴുമ്പോഴാണ്. ചില പറയില്ല, എൻ്റെ അച്ഛാ റാങ്ക് ലിസ്റ്റാണ് കേട്ടാ, ഇനി ഇവർ 6 പേരെ കൊണ്ട് നിയമിച്ചാൽ എനിക്ക് കിട്ടും. അപ്പം ഈ ലിസ്റ്റ് ക്യാൻസലാക്കാൻ 20 ദിവസം കൂടിയേ ഉള്ളൂ. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാം. എന്താ? ജീവിത മണ്ഡലങ്ങളാണ് സംഭവം, ജീവിത മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ നിനക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗ്ഗമൊന്നുമില്ലെങ്കിൽ ഈശോ നിന്നെ സഹായിച്ചിരിക്കും. ഇവിടെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോഴുണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോകും. കാര്യം റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാതെ വെച്ചുകൊണ്ടിരുന്നത് ഇവക്കൊരാൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് തോന്നിപ്പോകും. ഈശോ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ജീവിത മണ്ഡലം എന്ന് പറയണത്. മറിയം ബസിൻ്റെ ഒരു ഗുണമെന്ന് പറയണത് എല്ലാ മണ്ഡലങ്ങളും ഒരുപോലെ കൃപ ലഭിക്കണത്, ശക്തി ലഭിക്കുന്ന മണ്ഡലമാണിത്. അതാണ് നിങ്ങൾ ആഴമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറയേണ്ട കാര്യം എല്ലാം നിങ്ങൾ ആദ്യം അച്ഛൻ പറഞ്ഞില്ലേ, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ നമ്മൾ 1 Corinthians 15 നമ്മൾ വായിച്ചില്ലേ, 26 ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നത്. അത് റാങ്ക് ലിസ്റ്റ് ആയാലും PSC ആയാലും ഹാർഡ് എക്സാമിനേഷൻ ആയാലും ശരി, എല്ലാം ഈശോൻ്റെ. പക്ഷേ ദൈവത്തിലെ നീ തിരിച്ചറിയണം ഇതെല്ലാം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കീഴിലാണെന്നുള്ളത്. പിന്നെ നീ ഒരു പണി ചെയ്യണം. നീ ദൈവത്തിന്, അതായത് ഒരു പ്രാർത്ഥന മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ, പ്രത്യാശ വർദ്ധിപ്പിക്കാൻ, ദൈവസ്നേഹം വർദ്ധിപ്പിക്കാൻ
ഞാൻ ഇപ്പോഴും എൻ്റെ മക്കളോട് പറയുകയാണ്, നമ്മൾ ഈ മരിയ സ്പിരിച്വാലിറ്റിയേക്കാൾ വലിയൊരു സ്പിരിച്വാലിറ്റി ഇല്ല. ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധമാതാവ് ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യമുണ്ടായി. ശരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യാശ അല്ലേ? ഇല്ലേ? പ്രത്യാശ. ഇപ്പം 60 വയസ്സായി, ഇപ്പോഴും പ്രത്യാശ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നിരാശ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോഴും ആദ്യ ലെവലിൽ കിടക്കുക. ഒരു വിഷയത്തിൽ, ഇതെന്ത് വിഷയം ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഇപ്പോഴും നിരാശയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വിശ്വാസമുണ്ട്. ഫസ്റ്റ് ലെവൽ. നമുക്ക് 3 ലെവലുണ്ടല്ലോ ആത്മീയ ജീവിതത്തിൽ. 3 ലെവലുണ്ട്. വിശ്വാസ ലെവലുണ്ട്, പ്രത്യാശയുടെ ലെവലുണ്ട്, ദൈവസ്നേഹത്തിൻ്റെ ലെവലുണ്ട്, ഇല്ലേ? ഇപ്പം ഈ 90% വിശ്വാസികൾ വിശ്വാസ ലെവലിൽ നിന്ന് മുന്നോട്ട് കയറത്തില്ല. കാര്യം അറിയില്ല. അതാണ് സംഭവം. അറിയില്ല എന്താണ് അടുത്ത ലെവലെന്നറിയും. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും, പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മാതാവേ ഞങ്ങൾ ദൈവ ശരണം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കണമെന്ന് പറയും. എന്നാൽ മകൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മകളെ വിളിച്ചിട്ട് പുണ്യം വർദ്ധിപ്പിക്കാൻ നോക്കുമ്പോൾ കല്ല് കർത്താവ് ഇതായിരുന്നാ ഞാൻ ഉടനെ 4 കാലം ഓടിക്കളയും. പുണ്യം വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, അല്ലേ? റോമ 5:5 എന്താ പറയണത്? കഷ്ടത സഹനശീലവും. പറഞ്ഞേ, കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും. ഈ പ്രത്യാശ റെഡിമെയ്ഡ് അല്ല. പ്രത്യാശ പറഞ്ഞെങ്കിൽ അതിൻ്റെ ഇപ്പം നമ്മൾ ഒരു തമാശ ഞാൻ എവിടെയോ വായിച്ചതാണ്. എന്നെ കോളേജിൽ എടുത്തില്ല. എന്താണ് നിന്നെ കോളേജിൽ എടുക്കാൻ, നിനക്ക് അഡ്മിഷൻ കിട്ടാൻ കാര്യം ആ പഹയന്മാർ പറയണേ 10ാം ക്ലാസ് പാസ്സാകണമെന്ന് കോളേജ് എടുക്കണമെന്ന്. ഏതൊരു സിനിമയിലുള്ള ഞാൻ ഇവിടെ നിന്ന് കേട്ടാണ് സാധനം. അതായത് എന്നെ കോളേജിൽ എടുത്തില്ല. എന്താ എന്നെ കോളേജ് എടുക്കാൻ, നിനക്ക് എന്താ അഡ്മിഷൻ കിട്ടാൻ കാരണം? ആ പഹയന്മാർ പറയണേ 10ാം ക്ലാസ് പാസ്സാകണമെന്ന്. അപ്പോൾ ഇവന് ഏതാണ്ട് 4ാം ക്ലാസ്സാണ് പറ്റണേ. ഇവിടെ പ്രശ്നം കിടക്കണത് പ്രത്യാശ എന്ന് പറയണത് ഇതിൻ്റെ ഒരു +1 ആണ്. 10ാം ക്ലാസ് പാസ്സാകണം, വിശ്വാസം പാസ്സാകണം. അതിൻ്റെ അടുത്ത് പ്രത്യാശ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എന്താ പറയുന്നത്? നേരിട്ട് റെഡിമെയ്ഡ്. എന്നാൽ മകൾ ഇങ്ങോട്ട് വാ, ഒരു കുപ്പി പ്രത്യാശ കൊണ്ടുപോകും, വലിച്ചു കയറ്റാൻ പറയും, നടക്കത്തില്ല പരിപാടി. എന്താ പറയണത്? കഷ്ടത സഹനശീലം ഉണ്ടാക്കണം. സഹനം ഉണ്ടായാൽ മാത്രം പോരാ, ശീലം, ഹാബിറ്റ്. വാട്ട് ഇസ് ഹാബിറ്റ്? റിപ്പീറ്റഡ് ആക്ഷൻ. അതാണ് സംഭവം. റോമ എഴുതുമ്പോൾ എഴുതി ഒപ്പിച്ച് വെച്ചിരിക്കണം എൻ്റെ അത്. റോമ 5:5 കഷ്ടത സഹനശീലമെന്ന്. സഹനം ശീലമാക്കണമെന്ന്. ശീലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാബിറ്റാണ്. ഹാബിറ്റ് എന്താ? റിപ്പീറ്റഡ് ആക്ഷനാണ് ഹാബിറ്റ്. ആവർത്തിച്ച് സംഭവിക്കുന്ന വിഷയത്തിനാണ് ഹാബിറ്റ് എന്ന് പറയണത്. ഇപ്പോൾ ഒരു വീഡിയോ വലിച്ച് കഴിഞ്ഞാൽ ഹാബിറ്റ് ആകത്തില്ല. വീഡിയോ വലിച്ച് കഴിയുമ്പോഴാണ്, കുറേ ശീലമായി കഴിയുമ്പോഴാണ് കഷ്ടത ആണ് ശീലമാക്കേണ്ടതെന്ന്. കഷ്ടത സഹനശീലവും, സഹിക്കാനുള്ള ശീലവും. സഹനശീലം എന്താണ്? പ്രത്യാശ. പ്രത്യാശ ഈ സഹനശീലത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചുണ്ടാക്കിയതാണ് സാധനമേ. പുത്രൻ തമ്പുരാനെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവ് ഞങ്ങൾ പ്രത്യാശ ഉണ്ടായി വർദ്ധിക്കാൻ പറയുമ്പോൾ അതിനാണ് കഷ്ടത സഹനശീലം തരണത്. സഹനശീലം പ്രത്യാശ നമുക്ക് നൽകുന്നു. പ്രത്യാശ കിട്ടിയെന്നെങ്ങനെ മനസ്സിലാക്കും? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അതാണ് അഭിഷേകം, അനോയിൻറ്റിങ് എന്ന് പറയും. മക്കളെ, ഈ വിശ്വാസമായാലും പ്രത്യാശയായാലും ദൈവസ്നേഹമായാലും ദൈവിക വിധിപ്രകാരമുള്ളതെല്ലാം ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അനോയിൻറ്റിങ് ആണ്. അത് നമ്മളിലേക്ക് ആയിത്തീരണതിൻ്റെ പ്രക്രിയ അഭിഷേക വിധിപ്രകാരമാണ്. അതാണ് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നമുക്കൊരു വിഷയം, ഇപ്പം നമ്മൾ 3 പ്രാവശ്യം IELTS തോറ്റ്. എൻ്റെ അച്ഛൻ ഞാൻ ആദ്യം ഹിയറിങ്ങിന് പോയി, പിന്നെ ഇപ്പം ഈ പ്രാവശ്യം റൈറ്റിങ്ങിന് പോയി. ഇപ്പം എന്നാ പറയുന്നത് വെച്ചാൽ, 4ാം പ്രാവശ്യം എഴുതിയപ്പോൾ നേരത്തെ സ്പീക്കിംഗ് കിട്ടുമായിരുന്നു. ഇപ്പം 4ാം പ്രാവശ്യം എഴുതിയപ്പോൾ റൈറ്റിംഗ് കിട്ടി, സ്പീക്കിംഗ് പോയി.
മണ്ണാങ്കട്ട മാങ്ങാത്തൊലി ഞാൻ ഈ പരിപാടിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ മടുത്തച്ചാന്ന് പറയാം. നിരാശയില്ല സാധനം. എന്താ കാര്യം? അവിടെ എന്താ വേണ്ടത്? ഇവൾക്ക് അഭിഷേകം കിട്ടിയാൽ മതി ആ കാര്യത്തിൽ. ഇപ്പം ആദ്യം കിട്ടിയ സ്പീക്കിങ് 4ാമത്തെ പരീക്ഷയ്ക്ക് പോയി. ഇവിടെ എന്താ വേണ്ടത്? ഇപ്പം ഇവൾക്ക് നിരാശയായി. ബൈബിൾ എന്താ പറയണത്? പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നത്. അപ്പം നമുക്കൊരു സാധനം പ്രത്യാശ എന്ന് പറഞ്ഞ അനോയിൻറ്റിങ് അഭിഷേകം നടന്നിട്ടില്ല ഇല്ലേ? എൻ്റെ ദൈവവേദന ഇതിന് മരിയൻ കൃപാഭിഷേക ദാനമല്ല, പിന്നെ എന്നാ ഉള്ളത്? ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്കിങ്ങനെ ഇടക്കിടക്ക് 2 പ്രാർത്ഥിക്കും, 3ാമത്തെ പ്രാവശ്യം വീണ്ടില്ലെങ്കിൽ എനിക്ക് നിരാശ വരും. അപ്പോൾ എനിക്ക് അതിൻ്റെ അഭിഷേകം കിട്ടിയിട്ടില്ല. ഇതെല്ലാം അഭിഷേകമാണല്ലോ. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന. ഇപ്പം എന്താണ് ഭൗതിക അച്ഛൻ മുമ്പ് എന്താ പറഞ്ഞത്? ഭൗതിക വിധി പ്രകാരം ഭൗതിക മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി വരുമ്പോൾ എന്തായി മാറുമെന്നാണ് പറഞ്ഞത്? ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ് അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ബോഡിയിൽ വീഴുമ്പോൾ അത് സൗഖ്യം. ദൈവത്തിൻ്റെ ശക്തി ജീവിത മണ്ഡലങ്ങളിൽ വീഴുമ്പോൾ അത് ബ്ലെസ്സിങ്സ്, അനുഗ്രഹം. ദൈവത്തിൻ്റെ ശക്തി ആത്മാവിലേക്ക് വീഴുമ്പോഴാണ് അതാണ് കൃപയെന്ന് പറയുന്നത്. ശക്തി തന്നെ, എല്ലാം ശക്തി തന്നെ, പക്ഷേ വീഴുന്ന സ്ഥലത്തിനാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഇതില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഗലാത്യർ 6:18, ഫിലെമോൻ 1:25 പറഞ്ഞത് എന്താ പറയണത്? കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ, അത് ശരീരത്തിൻ്റെ കൂടെ അല്ലല്ലോ അല്ലേ? കർത്താവിൻ്റെ ഗലാത്യർ 6:18 ഫിലെമോൻ 1:25 പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ കൃപ എന്ന് പറഞ്ഞ മക്കളെ, കർത്താവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിന്റെ കൂടെ ഉണ്ടാവട്ടെ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത് എൻ്റെ മക്കള്. കാര്യം അച്ഛൻ ആദ്യം അൺഹേഡ് പ്രെയർ പറഞ്ഞില്ലേ? നമ്മൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ എന്ത് സംഭവിക്കണമെന്നാണ് പറഞ്ഞത്? ദൈവരാജ്യം, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ അവിടെ നിറവേറണത് ഇല്ലേ? അതാണല്ലോ ദൈവരാജ്യം. ഈ ദൈവരാജ്യമാണ് കൃപയായി കൺവേർട്ട് ചെയ്യണത്. ഒരു പ്രാർത്ഥന ദൈവം കേട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യമല്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിറവേറണത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുമ്പോൾ എന്ത് പറ്റും? ദൈവത്തിന് നാമം പൂജിതമാകും, ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ റോമ 4:20 അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വളരുവിൻ, കൃപയിൽ വളരും. ആ കൃപ എങ്ങോട്ടാണ് പോണത്? നാം ബോഡിയിലോട്ടല്ല വരുന്നത്, നേരെ ആത്മാവിലേക്കാണ് വരണത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് എന്ത് പറ്റും? ഈ കൃപ വർദ്ധിക്കുന്നതനുസരിച്ച്, വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച്, പ്രത്യാശ വർദ്ധിക്കുന്നതനുസരിച്ച്, ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് ആത്മാവിന് എന്ത് പറ്റും? അത് ഉപരി പുണ്യപ്പെട്ടുകൊണ്ടിരിക്കും. പുണ്യപ്പെട്ട ആത്മാവെന്ന് പറയത്തില്ലേ? എൻ്റെ മക്കളെ, ആത്മാവിൻ്റെ പുണ്യപൂർണ്ണതയ്ക്ക് ആനുപാതികമായിരിക്കും സ്വർഗീയ അനുഭവങ്ങൾ. പിടിയ നമ്മുടെ ആത്മാവിൻ്റെ പുണ്യപൂർണ്ണതയ്ക്ക് ആനുപാതികമായിരിക്കും നമുക്ക് ദൈവത്തെ കണ്ട് സന്തോഷിക്കുന്നതിൻ്റെ അനുപാതം. 2 Corinthians 15:41. മോളെ 2 ആണോ 1 ആണോ? 1 Corinthians 15:41. സ്തുതിക്കട്ടെ മക്കളെ, ഹല്ലേലൂയ. 1 Corinthians മക്കളെ ശ്രദ്ധിക്കുക, എഴുതുക. 1 Corinthians 15:41. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് ഇത് കേട്ടാ നോക്കിയേ, ഇപ്രകാരം തന്നെയാണ് എന്ന് പറഞ്ഞേ. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനം. പണിയായില്ലേ? ഇതിന് കീ വേർഡ് എന്ന് പറയും, ഒക്കൾട്ട് വേർഡ് എന്ന് പറയും, ഹിഡൻ വേർഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പറയത്തില്ല. ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്, മർമ്മങ്ങളെല്ലാം പൂത്തി വെച്ച് കളയും. അവർ കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, കൈകൊണ്ട് സ്പർശം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഞാനത് നിഗൂഢമാക്കി. ഒക്കൾട്ട് വേർഡ്, നിഗൂഢവചനം എന്ന് പറഞ്ഞത് ലോകസ്ഥാപനം മുമ്പ് തന്നെ ചെയ്യുന്ന വലിയ ദൈവിക ജ്ഞാനങ്ങളെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അത് ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ച് കളയും. എന്നിട്ട് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞില്ലേ 13:50. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവജ്ഞാനം സംവേദിക്കാൻ കഴിവുള്ളവൻ, അതിൻ്റെ പാസ്വേഡ് ഉള്ളവൻ. നമുക്ക് ഈ പാസ്വേഡ് പ്രശ്നമാണ്. ഇപ്പോൾ പാസ്വേഡല്ലേ എല്ലാം. പാസ്വേഡ് ഇല്ലെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല.
ഈ പാസ്വേഡ് എന്ന് പറയുന്നതാണ് ഹിഡൻ വേർഡ് എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? പുനരുത്ഥാനത്തിന് ശേഷം ശരീരങ്ങൾ ഇങ്ങനെ ഇരിക്കും. വിഷയം മാറുകയാണേ. എന്താ പറയണത് എന്ന് പറഞ്ഞ്, പുനരുത്ഥാനത്തിന് ശേഷം. ഞാൻ അമ്മയെ കണ്ടില്ലേ നേരിട്ട്. അപ്പം എനിക്കുള്ള ഉറപ്പെന്താണെന്ന് അറിയാവാ, എല്ലാം ഈ ലോകം അനുഭവം വിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. എന്താ കാര്യം? വിശ്വസിക്കണോ അമ്മയെപ്പോലെ ഇരിക്കും അവസാനം. മക്കളല്ല മരണമുണ്ടാ. പക്ഷെ മരണം ഉണ്ടാവാതെ ഇരുന്നിട്ട് അങ്ങനെ മാത്രം. അതായത് ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ വന്നിരിക്കുന്നത് എന്താ 10:10 യോഹന്നാൻ എന്താ 10:10 എന്താ പറഞ്ഞത്? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി. അവിടെയാണ് പ്രശ്നം കിടക്കണത്. സമർത്ഥമായി എങ്ങനെയെങ്കിലും ജീവനുണ്ടായാൽ മതിയാ. വെന്റിലേറ്റർ കിടക്കണമല്ലോ ആൾക്കാർ, ICUയിൽ അല്ലേ? തീവ്ര പരിചരണ വാർഡിൽ ആൾക്കാർ കിടക്കണില്ലേ? അവിടെ ഇവിടെയും കൊമ്പും കോഴിയുടെ കിടപ്പുണ്ട്. ജീവനുണ്ട്, ജീവനില്ലേ? അങ്ങനെ ഉണ്ടാകാനാണ്? അല്ല. കൃപയെന്ന് പറഞ്ഞാൽ സമർത്ഥമാകണം. അത് നമുക്ക് ലഭിക്കുന്ന ആ കൃപയുടെ സമൃദ്ധി അനുസരിച്ച് കൊണ്ട് ആത്മാവിൻ്റെ പുണ്യപൂർണ്ണത വർദ്ധിക്കും. ആത്മാവിൻ്റെ പുണ്യപൂർണ്ണത വർദ്ധിക്കുന്ന അനുസരിച്ചാണ് ഇപ്പം എന്താ പറയണത്? എന്താ ശ്രദ്ധിച്ച മക്കളെ? 1 Corinthians 15:41 സൂര്യൻ്റെ തേജസ് 1, സൂര്യ തേജസ് 1, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. അപ്പം ഈ തേജസ് പറയണേ, സൂര്യൻ്റെ തേജസ് അല്ല ചന്ദ്രനെ ഉള്ളതെന്ന് പറയണേ, ചന്ദ്രൻ്റെ അല്ല നക്ഷത്രങ്ങൾ. എന്നിട്ട് വേറെ അപകടം ഉണ്ട് അതിൻ്റെ അകത്ത്. അവസാനം എഴുതി വെച്ചിട്ടുണ്ട് പൗലോസ് പെസക. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്പം നക്ഷത്രം കൊണ്ടും തീരണില്ല. ആ വീടിക്കുറ്റി പോലുള്ള കക്ഷികളൊക്കെ ഉണ്ടെന്ന് അർത്ഥം. തെളിഞ്ഞത് വന്നിരിക്കുന്ന കക്ഷിയില്ലേ? അതായത് ആത്മാവിൻ്റെ കൃപയനുസരിച്ചാണ് ആത്മാവിൻ്റെ തേജസ് നിശ്ചയിക്കുന്നത്. ചില അണ്ണന്മാർ പറയുമേ, പെണ്ണും പിടിച്ച് കള്ളം കുടിച്ച് നടക്കുക, അവസാനം അച്ഛനെ പിടിച്ച് കുമ്പസാരിച്ചാൽ മതി എന്ന് ഞൊട്ടും. അതാണ് സംഭവം. പിടിയിട്ടിയാ? ചില ഈ ക്രിസ്ത്യാനിക്ക് പറ്റിക്കുന്ന അബദ്ധം അതല്ലേ? ഇവർ വിചാരിക്കണം എന്താണ്? ഈ ആളൊരു മണ്ടത്തരം കാണിച്ച് ആ നല്ല കള്ളനോട് ക്ഷമിച്ച്. അപ്പം ഇപ്പം എല്ലാവരും നല്ല കള്ളന്മാരാകാൻ പോയി. നല്ല കള്ളനോട് അത് ഒറ്റപ്പെട്ട സംഭവമാണ്. നല്ല കള്ളൻ്റെ കോപ്പായോന്ന് അണിയേണ്ട കാര്യമൊന്നുമില്ല. അവസാനം മാനസാന്തരപ്പെട്ട് രക്ഷപ്പെടാതെ നോക്കേണ്ട കാര്യമില്ല. ആ നല്ല കള്ളൻ എവിടെ ഇരിക്കണമെന്നൊരു പിടിയില്ലേ? പർദീസയിൽ പല സ്ഥലം ഉണ്ടെന്നല്ലേ ഇപ്പോൾ പറയണത്. സൂര്യതേജസ് 1, ചന്ദ്രൻ്റെ വേറെ 1, നക്ഷത്രത്തിൻ്റെ വേറെ 1. ആ ബീഡിക്കുറ്റി പോലെ ഇരിക്കുക നല്ല കള്ളൻ. അയാളോട് എന്താ പറഞ്ഞിരിക്കണത്? നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും എന്നല്ലേ പറഞ്ഞിരിക്കണത്. ദാറ്റ്സ് ഓക്കെ. ജീവിതകാലം മുഴുവൻ കട്ടും മുടിച്ചും തേച്ച് കഴുകി നടന്നിട്ട് അവസാനം ഒന്നിട്ട് ഒപ്പിഷുപോലെ ഒപ്പിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ലെന്നാണ് പറയണത്. എന്താ കാര്യം? ഇതിനെല്ലാം മാർക്കിങ്സ് ഉണ്ടെന്ന്. A+ ഉണ്ട്, A ഉണ്ട്, B+ ഉണ്ട്, B ഉണ്ട്, C+ ഉണ്ട്, D ഉണ്ട്. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പൊടികോരി തിന്നാൻ പറ്റിയ സാധനമുണ്ട്. ചില ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പൊടികോരി തിന്നല്ലേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും പറ്റത്തില്ലല്ല. ആ സാധനം ഉണ്ടെന്നാണ്. എന്താ കാര്യം? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ കൃപയ്ക്ക് മേൽ കൃപ കിട്ടണം. വേറെ വിശ്വാസത്തിൻ്റെ നിങ്ങൾക്ക് പെണ്ണക്കിണ്ണ കെട്ടിച്ച വീട് വെച്ച കാറ് മേടിച്ചൊന്നുമില്ല. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എയ്ഡ്സ് സുഖപ്പെട്ട ക്യാൻസർ സുഖപ്പെട്ടാന്നല്ല. അവൻ്റെ നാമത്തിൽ എന്താ പറയണത് ഇവിടെ പ്രശ്നം? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായെന്ന് കൈയെടുത്ത് കർത്താൻ ഇവിടെ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, നമ്മളിലെ ദൈവത്തിൻ്റെ ശക്തി ആത്മാവിലേക്ക് നിറയുമ്പോൾ അത് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹമായിട്ട് നിറയുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം അറിയാലേ, ഇപ്പം നമ്മൾ വിശ്വാസം എന്നാൽ കണ്ടല്ലേ, കാണപ്പെടാത്ത ഉണ്ടെന്ന് പറഞ്ഞ് പ്രത്യാശ ലഭിക്കുമെന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ ആദ്യഘട്ടമാണ് വിശ്വാസം. അതാണ് ഹെബ്രായർ 11:1 നമ്മൾ ഇന്നലെ കണ്ടത്. ഇപ്പം എന്നാ പറയണത്? റോമ 5:5 പറയുക. എന്നാ പറയണത്? റോമ 5:5 കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യം, ആത്മധൈര്യം പ്രത്യാശ നമുക്ക് നൽകുന്നു. പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പോഴെന്താ? സ്നേഹത്തിലേക്ക് കടന്നല്ലേ ഇല്ലേ? നമ്മളെന്താ? പരിശുദ്ധാത്മാവിന് പ്രിയ വധുവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ,
ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി. സ്നേഹത്തിൻ്റെ വളർന്നാനുള്ള ഗുണം എന്താ അറിയാവോ? അപ്പം മുമ്പ് എന്താ പറയണത്? നിനക്ക് ഒരു വിഷയം ഉണ്ടായി, നിനക്ക് പരാജയം ഉണ്ടായി, നിനക്ക് നിരാശ തോന്നണില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിനക്ക് പ്രത്യാശ കിട്ടിയെന്ന് ഉറപ്പാക്കാം. അപ്പം നീ സെക്കൻഡ് ഗ്രേഡിലേക്ക് വളർന്നു. ഇനി ഒരു ഗ്രേഡുണ്ട്. എന്താണ്? സ്നേഹത്തിൻ്റെ ഗ്രേഡ്. കൃപയുടെ വളർച്ചാദിശകളാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അപ്പോസ്തലന്മാരില്ലേ, അപ്പോസ്തലന്മാരെ ഇവർ ബിഷപ്പുമാരുടെ റാങ്കാണ്. ആദിമസഭയിൽ അപ്പോസ്തലന്മാർ ബിഷപ്പുമാരുടെ റാങ്കാണ്. ഇന്നത്തെ ബിഷപ്പുമാർ ഇപ്പം ഞങ്ങളൊക്കെ എന്താ? ഞങ്ങളൊക്കെ അപ്പോസ്തലന്മാരൊന്നുമല്ല. ഞങ്ങളെ ബിഷപ്പുമാരാണ് അപ്പോസ്തലന്മാർ. അവർക്കിവിടെ വന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ പ്രതിനിധികളാണ്. ഞങ്ങളൊരു പ്രതിനിധികളാണ്. ഞാനൊക്കെ ഒരു പ്രതിനിധിയാണ്. ഞങ്ങൾ ബിഷപ്പിനെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് കിസ് ചെയ്യണത്? അങ്ങയുടെ കർത്താവിൻ്റെ അപ്പോസ്തലനായിട്ട് അങ്ങിരിക്കുന്നു, അങ്ങയുടെ പ്രതിനിധിയായിട്ട് ഞാൻ കലവൂര സഭയെ സംരക്ഷിക്കുകയാണ്. അതെൻ്റെ ഞാൻ പ്രതിനിധിയാണ്. അപ്പോൾ ഈ അപ്പോസ്തലന്മാർക്ക് നല്ല റാങ്കാ. അവരെയാണ് ഇവന്മാരെ പിടിച്ചുകൊണ്ട് പോയി മേലങ്കി ഊരി കുപ്പായി ഉരിഞ്ഞിട്ട് പൊതിരക്ക് തല്ലിയത്. വിശ്വാസികൾ ഇങ്ങനെ തൊട്ടുമുത്തി നടന്ന വലിയ ദിവ്യരൂപങ്ങളെയൊക്കെ റോമാക്കാർ പിടിച്ചുകൊണ്ട് പോയി അകത്തിട്ട് മേലങ്കി ഉരിഞ്ഞെടുത്ത് കുപ്പായ ഉരിഞ്ഞെടുത്തിട്ട് മുതുകത്തിട്ട് തല്ലി. അപ്പം മുഴുവനും പൗലോസും പത്രോസൊക്കെ നിക്കറി വിട്ട് അടിയും കൊണ്ട് പുറത്ത് വരികയാണ്. മുതുകത്തൊക്കെ ഇങ്ങനെ തൊള്ളച്ച് ഇങ്ങനെ അടിയൊക്കെ കിട്ടി. ആ നല്ല വെളുത്ത ശരീരത്തിലൊക്കെ ഈ അടിയെ കിട്ടിയുള്ള അവസ്ഥ എന്തായിരിക്കും? മുഴുവൻ ചൊള്ളച്ച് പുള്ളി ഇങ്ങനെ മോന്തേം കയറി തിരിച്ച് പുറത്ത് വരികയാണ്. അപമാനത്തിൽ വരികയാണ് പുറത്തേക്ക്. ഉടനെ രണ്ടുപേരും കൂടി പറയണേ, പത്രോസാണ് കൂടെ നിൽക്കുന്നത്, അടി കൊണ്ട ആൾ പറയണേ, യേശുക്രിസ്തുവിനെ പ്രതി അപമാനമേറ്റതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ സംഘത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ബൈബിളിൽ ഏറ്റവും വലിയ വാക്കാണത്. ഒന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ പ്രതി അപമാനമേറ്റതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ സംഘത്തിൽ നിന്ന് പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. നടപടി 5:45 വചനമാണ്. 41 നടപടി 5:41. അപ്പോഴവിടെ എന്താ സംഭവിക്കണത്? ഇവരുടെ നിക്കറ് ഊരാതെ ബാക്കിയെല്ലാം ഊരിഞ്ഞെടുത്തേ മാക്സിമം അടിച്ച് പൊതിരെ തല്ലി ഇവരെ അപമാനിച്ച് വിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വിയിലേക്ക് കാണുന്ന പോലെ കഞ്ചാവ് കേസിലെ പ്രതികളെപ്പോലെ തലയെ തുണിയിട്ടുകൊണ്ട് പുറത്തോട്ട് വരേണ്ടതാണ്. കേസ് കെട്ടാണ്. അവിടെ തലേന്ന് അവർ തുണിയത്തില്ല. അവരെന്താ പറയണത്? അവർ ചിരിച്ചുകൊണ്ട് വന്നു. എന്താ കാര്യം എന്നറിയാവോ? അവർക്ക് കിട്ടിയ അപമാനം, അവരുടെ തുണി ഉരിഞ്ഞെടുത്തതിനും അവരെ തല്ലിയതിനും അവർക്ക് കിട്ടിയ അപമാനം എന്ത് ചെയ്തറിയാവോ? ഈശോയുടെ അക്കൗണ്ടിലാക്കി കൊടുത്തത്. അതാണ് വിശ്വാസം എന്ന് പറയണത്. ഈശോയുടെ അക്കൗണ്ടിലാക്കിയിട്ടുണ്ടല്ലോ, അഭിമാനം കൊണ്ട് നിറഞ്ഞ്. എന്താണ് കാര്യം? യേശുക്രിസ്തുവിനെ പ്രതി. എൻ്റെ ദൈവവേദയിലെ വിശ്വാസിയുടെ കൃപയുടെ വളർച്ച കണ്ടില്ലേ? നമ്മൾ കൃപയിൽ വളരാൻ നമുക്ക് ചിലപ്പോൾ അപമാനം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങളൊക്കെ വരും. ചിലപ്പോൾ കുടുംബത്തിലാകാം, അല്ലെങ്കിൽ നാട്ടുകാരാകാം, എന്തെങ്കിലും തരത്തിൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ആരോപണങ്ങളൊക്കെ വരും. ഇങ്ങനെയൊക്കെ ആരോപണമൊക്കെ വന്നില്ലെങ്കിൽ ഹൗ ക്യാൻ ബി എ ഗുഡ് ക്രിസ്ത്യൻ? എങ്ങനെ നമുക്കൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റും ഈ ഭൂമിയിൽ? ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിൻ്റെ ഔന്നത്യം ഒരു കൃപയല്ലേ? അതെന്താണ്? അവർക്ക് കിട്ടിയ പീഡനം ഒരു ഔദാര്യം, ദൈവത്തിൻ്റെ ആനുകൂല്യം പോലെ എങ്ങനെ എന്താണ് അവർ ആദരവോടെ സ്വീകരിക്കുകയാണ്. എന്നാ പറയണത്? അവർക്ക് സന്തോഷമായെന്ന്. എങ്ങനെയാണ് ഈ അവർക്ക് മുതുകത്ത് കിട്ടിയ അടി സന്തോഷമായി മാറിയത്? എങ്ങനെയാണത്? അത് യേശുക്രിസ്തുവിനെ പ്രതിയാക്കിയപ്പോഴാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാക്കിയപ്പോഴാണ്. എങ്ങനെയാണ് അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാക്കിയത്? അത്രയും ദൈവത്തെ സ്നേഹിച്ചിട്ടാണ്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അപമാനം അഭിമാനമായി മാറും, ദുഃഖം സന്തോഷമായി മാറും. ദുഃഖം എങ്ങനെയാണ് സന്തോഷമായി മാറും? ഈശോ പറഞ്ഞില്ലേ, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എങ്ങനെയാണ് ഈ കർത്താവിനെ കാണാത്ത കാലത്തുണ്ടാകുന്ന ദുഃഖമാണ് വിശ്വാസിക്ക് സന്തോഷമായി മാറണത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവരൊക്കെ ഏറ്റി അടിച്ചില്ലേ? ഇപ്പം കർത്താവിനെ കാണാത്ത ഒരു സമയം പോലെയല്ലേ അവർക്ക് വരുന്നത്? അവിടെ ജീവിതത്തിൽ പീഡാനുഭവങ്ങളല്ലേ വിശ്വാസം പ്രഘോഷിച്ചിട്ടും. 16, 19, 20 യോഹന്നാൻ 16 അധ്യായം 19 വാക്യം 20 വാക്യം. യേശു ക്രിസ്തുവിനെ കാണാത്തൊരു സമയമാണ്. ചില സമയത്ത് നമ്മുടെ അപ്പം ഇപ്പം ചിലർ പറയുകയല്ലേ,
എൻ്റെ ദൈവമേ, രണ്ടാൾ ഇതിനുള്ള ആഹാരം കഴിക്കുന്നുണ്ട്, നീ തിന്നണൊക്കെ എവിടെ പോകണടാന്ന് ചോദിക്കും. ചില കുഞ്ഞുങ്ങളിങ്ങനെ ക്ഷീണിച്ച് വരുമ്പോൾ അമ്മ ചോദിക്കും, നീ വലിച്ച് കയറണൊക്കെ എവിടെ പോകണടാ, അവനെവിടെ പോകാൻ അറിയുന്നത്. അതുപോലെ ചില പറയും, ദൈവമേ എന്തുമാത്രം പ്രാർത്ഥിക്കണം, ഈ പ്രാർത്ഥനയ്ക്ക് എവിടെ പോകണം. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എവിടെ പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ചില കാലങ്ങളിൽ ഈശോ പറഞ്ഞ 16-19 സംഭവിക്കും. എന്താണ്? അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണത്തില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങളുടെ ദുഃഖം ഈശോ പറഞ്ഞു ആ സന്തോഷമായി മാറുമെന്ന്. എൻ്റെ ദൈവവേദലേ, ഈശോയാണത് പറഞ്ഞെങ്കിൽ എൻ്റെയും നിൻ്റെയും ദുഃഖം ഇവിടെയുമാകും അവിടെയുമാകും നിത്യമാകും. കൈയടിച്ച് കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. തല്ലുകയാണ്. തല്ലിടാൻ പുറത്തേക്ക് വരുമ്പോൾ സന്തോഷത്തോടെയാണ് വരണത്. എന്താ കാര്യം? ഈ സഹനത്തിൻ്റെ സമയത്തും സന്തോഷം അനുഭവിക്കണം. എന്തുകൊണ്ടാണ്? മൈ കൃപ. പൗലോസിനോട് പറഞ്ഞില്ലേ, നിനക്കെൻ്റെ കൃപ മതിയും. ദൈവവേദലെ, ആ കൃപയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, സഹനത്തിൽ സന്തോഷമാണ്, സങ്കടങ്ങളിൽ പ്രത്യാശയാണ്, നിരാശയിൽ പ്രത്യാശയാണ്, സർവ്വോപരി വിശ്വാസമാണ്. ഇതെല്ലാം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതായത് ദൈവത്തിൻ്റെ സ്നേഹം കൃപയായി നമ്മളിൽ നിറയുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ കൃപയായി നമ്മൾ നിറയുമ്പോൾ, നമ്മൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളെല്ലാം യേശുക്രിസ്തുവിന് നാമത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃപയായി മാറിയെടുക്കാൻ പറ്റുമെന്ന് എൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നോട്ട് കൊടുത്തിട്ടിപ്പോൾ പുതിയ നോട്ട് മേടിക്കണില്ലേ? ഇല്ലേ? നവംബർ 30-ാം തീയതി വരെ പഴയ നോട്ട് എടുക്കുമായിരുന്നു എല്ലാ ബാങ്കുകാരും. എല്ലാവരും കൊണ്ടേ കൊടുത്തല്ല. ഇപ്പം പിടുത്തം വീണിട്ടുണ്ട്. 2 ലക്ഷത്തിന് കൂടുതലും കൊണ്ടേ ഇട്ട ആൾക്കാരുടെ എല്ലാം ഇൻകം ടാക്സ് കണക്ക് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പേടിക്കൊന്നും വേണ്ട കേട്ടോ, അദ്ദേഹം കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. 60 ലക്ഷം ആൾക്കാരുണ്ട്. 60 ലക്ഷം കോടി രൂപ 2 ലക്ഷത്തിന് മുകളിലുള്ള ഇട്ടിട്ടുണ്ട്. ഇവരോടൊക്കെ ഇൻകം ടാക്സ് ചോദിച്ചു കഴിഞ്ഞാൽ, കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ പണിയൊന്നും ഉണ്ടാകത്തില്ലല്ലോ, ഇവർക്ക് വേറെ പണി ഉണ്ടാകത്തില്ലല്ലോ. അന്ന് കൊണ്ടുപോയിട്ട പഴയ നോട്ടൊക്കെ ഇപ്പം എന്ത് സംഭവിച്ചിരിക്കണേ? അതെല്ലാം 2000-ൻ്റെ പുതിയ നോട്ടായിട്ട് വിടുന്നത് അല്ലേ? പഴയ നോട്ടെല്ലാം പുതിയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിക്കുന്ന ചില സങ്കടങ്ങൾ, ചില അപമാനങ്ങൾ, അത് യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസം, പ്രത്യാശ, സ്നേഹത്താൽ കർത്താവിന് നാമത്തെ മഹത്വം കാഴ്ചവെക്കുമ്പോൾ കൃപയുടെ പുതിയ നോട്ട് കിട്ടും. കൃപയുടെ പുതിയ നോട്ട്. എന്താ കാര്യം? ഈ കൃപ നമ്മൾ വളർന്നാണ് അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ പുനരുത്ഥാനത്തിന് ശേഷം ഒന്ന് ഈ ലോകത്ത് അഭിഷേകം. നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകം എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞില്ലേ? 16-17 മത്തായിയുടെ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നവരുടെ കൂടെ, പ്രത്യാശിക്കുന്നവരുടെ കൂടെ, സ്നേഹിക്കുന്നവരുടെ കൂടെ. വിശ്വാസമാണല്ല അതിൻ്റെ ABCD SLC എന്ന് പറയുന്നത്. ഇപ്പം മർക്കോസിൻ്റെ 16-17 എന്താ എഴുതിയിരിക്കുന്നത്? വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളം ഉണ്ടാകും. അപ്പോൾ പ്രത്യാശിക്കുന്നവരുടെ കൂടെ 2 അടയാളം ഉണ്ടാവില്ല, സ്നേഹിക്കുന്നവരുടെ 3 അടയാളം ഉണ്ടാവില്ല, ഇല്ലേ? അതിൻ്റെ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ക്രൈസ്തവരെ സമയത്ത് ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ല ABCD ക്രിസ്ത്യാനിയല്ല. അതേ സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെ അകത്ത് വിശ്വാസം മൂക്കണം എന്താണ്? അത് പ്രത്യാശയാണ്. പ്രത്യാശ മൂക്കണം എന്താണ്? ദൈവസ്നേഹം എന്താണ്? ദൈവസ്നേഹമാണ്. വിശ്വസിക്കുന്നതിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ദൈവിക പുണ്യത്തെ നിറയുന്നവരുടെ കൂടെ. മർക്കോസ് എന്താ പറയുന്നത്? 16-17 ഈ അടയാളം ഉണ്ടായിരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ലെന്ന്. എൻ്റെ മക്കളെ, യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം, പ്രത്യാശ, സ്നേഹമെന്ന് പറയുന്ന കൃപ നിറഞ്ഞു കഴിയുമ്പോൾ സർപ്പങ്ങളെ കയ്യിലെടുക്കാൻ പറ്റും. മാരകമായി എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. കാര്യം എന്താ? നമ്മൾ ഈ മാരകത്തിൻ്റെ കൂടെയാണല്ലോ ജീവിക്കണത്. മാരകങ്ങളുമുണ്ട്, മാരണങ്ങളുമുണ്ട്, അല്ലേ? സർപ്പങ്ങളുമുണ്ട്. ചില സർപ്പത്തിൻ്റെ സ്വഭാവം എന്താ? സർപ്പത്തിനാകപ്പാട് വലിയ സ്വഭാവമൊന്നുമില്ല, 2 സ്വഭാവം മാത്രമേ ഉള്ളൂ: തിന്നുക, കൊല്ലുക. വാ പൊളിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിന്നും, അല്ലെങ്കിൽ കൊല്ലും. ചില ആൾക്കാരുടെ സ്വഭാവം അത് തന്നെയാണ്. ബോബിസൊക്കെ ചെന്ന് നോക്കിക്കേ, കമന്ന് വീണ കാപ്പണം, ചാണകത്തിൽ 4 വേഴ ഞൊട്ടിയെടുക്കും. അപ്പം തന്നെ ഒരു മനുഷ്യത്വം ഉണ്ടാകത്തില്ല. നമ്മൾ തന്നെ ഇപ്പം 4 അപ്പന്മാർക്ക് 4 മക്കൾ, 4 സ്വഭാവം. ചില ആൾക്കാർ ഏത് ചേട്ടനായാലും അനുജനായാലും എല്ലാത്തിനെയും വെട്ടി മൂടിയിട്ട് അവൻ തന്നെ ഒപ്പിച്ചെടുക്കുകയില്ല.
പറ്റുമെങ്കിൽ അപ്പനെ കൊണ്ടേ കൊന്നിട്ട് മരവിപ്പിച്ച് ബോധം കെടുത്തിയിട്ട് അപ്പൻ്റെ കൈ ഇംപ്രഷൻ എടുത്ത് കൈ തമ്പ്രഷൻ എടുത്തിട്ട് മുദ്രപത്രം മേടിച്ച് ഒപ്പിടിച്ച് വെച്ച് എന്നിട്ട് വക്കീലിനെ കൊണ്ട് കയറ്റി എഴുതി വെക്കും. ചില പ്രമാണമെല്ലാം അടിച്ചു മാറ്റും. കൂട്ടത്തിൽ നിന്നോട് ചെയ്യുന്ന പരിപാടിയാണ് ഇതെല്ലാം. ആ പ്രമാണം അടിച്ചു മാറ്റും. അപ്പൻ ചത്ത് കഴിയുമ്പോൾ എല്ലാം അപ്പൻ അവൻ എഴുതി വെച്ചെന്ന് പറഞ്ഞ് അത് രജിസ്റ്റർ ചെയ്തെടുക്കുകയും ചെയ്യും. തഹസിൽദാറിന് കാശ് കൊടുത്താൽ വില്ലേജ് ഓഫീസർ കാശ് കൊടുത്ത് എങ്ങനെ അവൻ ഒപ്പിച്ചെടുക്കും. സർപ്പങ്ങൾ ഈ മാരകമായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഈ കുടുംബങ്ങൾ ചെയ്ത് ഈ കുടുംബജീവിതത്തിലുള്ളതാണ് കാര്യമാണ് ഈ പറയണത്. ഇങ്ങനെ എന്തെല്ലാം ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിച്ചാലും എന്താണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പ്രത്യാശിക്കുന്ന കൂടെ വിശ്വസിക്കുന്ന കൂടെ സ്നേഹിക്കുന്ന കൂടെ അടയാളം ഉണ്ടായിരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന്. മക്കളെ, കൃപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും കയ്യിലെടുക്കാൻ പറ്റുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമുക്കിപ്പോൾ കിട്ടാൻ പോണത്. എന്താ? ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ 2 തരം ശക്തിയാണുള്ളത്. ഒന്ന് ശത്രുവിൻ്റെ ശക്തി, ഒന്ന് ദൈവത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ ശക്തിയുടെ പേരെന്താണ്? കൃപ, അല്ലേ? ശത്രുവിൻ്റെ ശക്തിയുടെ പേരെന്താണ്? തിന്മ. ഇപ്പോൾ ലൂക്ക 10:19 എന്താ പറയണത്? ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല. ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, പിശാചിൻ്റെ ശക്തിയുണ്ട്. പിശാചിൻ്റെ ശക്തി എന്ന് പറയണത് ലൂക്ക 10:19 എന്താണ്? സർപ്പങ്ങൾ, തേളുകൾ, ശത്രുവിൻ്റെ സകല ശക്തികൾ. ഏഷണി, പരദൂഷണം, പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, മദ്യപാനം, മധുരോത്സവം. ഇതെല്ലാം എന്താണ്? ശത്രുവിൻ്റെ ശക്തിയാണ്. അതാണ് ലൂക്ക 10:19. ഇതാ ശത്രുവിൻ്റെ, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് വേറെ ശക്തി തരുന്നു, ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. കൃപയ്ക്ക് അവിടെ പേര് അധികാരം എന്താണെങ്കിൽ എൻ്റെ ദൈവവേദന നിനക്ക് നിൻ്റെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൻ്റെ, ഓഫീസിൽ, ഈ ജീവിതത്തിലെല്ലാം ശത്രുവിൻ്റെ പൈശാചിക ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരമാണ് ദൈവത്തിൻ്റെ ശക്തിയായ കൃപ. അതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.